പ്രിയപ്പെട്ടവരെ, വെൽനെസ് എന്ന് പറയുന്നത് വളരെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. എസ്പെഷ്യലി ഈ കൊറോണ ക്ലോസ് ഡൗൺ സമയത്തും കൊറോണയുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായിട്ട് ആളുകൾക്ക് ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ വന്നിട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കൊറോണയല്ല പ്രശ്നം, രോഗപ്രതിരോധ ശേഷിയാണ് പ്രശ്നം. രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പലരും ബാധിതരായി മാറുന്നതും പലരും മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വലുതാക്കലാണെന്ന് ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ മരുന്നുകളെക്കാൾ അല്ലെങ്കിൽ മരുന്നുകൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് പോഷകാഹാരങ്ങൾ നിർവഹിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സുസ്ഥിതി നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് വെൽനസ് ഉൽപ്പന്നം. ആ വെൽനസ് ഉൽപ്പന്നങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്, ആളുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു എന്ന് മാത്രമല്ല, ആളുകളുടെ വീട്ടുപടിക്കലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ വീട്ടിലേക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള എഡ്യൂക്കേഷനും കൊടുക്കുന്നു. മറ്റൊരു മോഡലിലും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ആശുപത്രിയെ ഒരു സ്ഥലമായിട്ട് കണക്കാക്കിയാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഡോക്ടർ എഴുതി തരും, നമ്മൾ ആ പ്രിസ്ക്രിപ്ഷനുമായിട്ട് കടയിൽ ചെല്ലും, കടയിലുള്ള ആൾ നമുക്കത് പൊതിഞ്ഞു തരും എന്നല്ലാതെ അവിടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനോ നമ്മളെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ഒന്നും അവിടെ ആളുകളില്ല. അതേസമയം വെൽനസുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ, വിശദീകരണം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഏറ്റവും പറ്റിയ ഒരു വിപണന രീതി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ടും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ന്യൂ ലൈഫ് കമ്മ്യൂണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഞാനത് എടുത്തു പറയുകയാണ്. കാരണം നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റുകളിൽ തന്നെ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത് എൻഹാൻസ്ഡ് ഹെൽത്ത് ആൻഡ് എക്സ്റ്റെൻഡഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമ്മുടെ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ദൗത്യത്തിന്റെ മിഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആളുകൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ടും അവരുടെ ജീവിതത്തിലെ മെച്ചപ്പെട്ട അവരുടെ ആരോഗ്യം, ആയുസ്, ഓജസ്, തേജസ്, ഊർജം തുടങ്ങിയവർക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ശരിയായ മൂല്യം അവർക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ന്യൂ ലൈഫ് കമ്മ്യൂണിലെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വെൽനസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ. ആ വെൽനസ് ഉൽപ്പന്നങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കണം. 2 ഉൽപ്പന്നങ്ങളെ ആഴത്തിൽ പഠിക്കുകയും മറ്റു ഉൽപ്പന്നങ്ങളെ സാമാന്യേന കൃത്യമായിട്ട് അതെന്താ ചെയ്യുന്നതെന്ന് ഒരു 1 ലൈനർ എങ്കിലും അതിന്റെ USP എന്ന് പറയും, യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ മനസ്സിലാക്കുകയും ചെയ്യലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സജഷൻ. അതാണ് ആസ് എ ലീഡർ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത്. 2 ഉൽപ്പന്നങ്ങൾ ആഴത്തിൽ പഠിക്കുക. കാരണം ആ 2 ഉൽപ്പന്നങ്ങൾക്ക് മാജിക് ഉണ്ടാക്കാൻ സാധിക്കും ആളുകളുടെ ജീവിതത്തിൽ. അവർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സ്ഥിരമായി വാങ്ങപ്പെടാനുമുള്ള ഒരു സാഹചര്യം ആ 2 ഉൽപ്പന്നങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് ആ 2 ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കാം, അതിന്റെ വാല്യൂ എന്താണെന്ന് പഠിക്കാം, അവരുടെ എങ്ങനെയാണ് നമ്മുടെ പ്ലാനും നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനും നമ്മുടെ ഓഫറുകളും അതുപോലെ തന്നെ നമ്മുടെ ലോയൽറ്റി പ്രോഗ്രാമും എല്ലാം എങ്ങനെ ഈ ഉൽപ്പന്നങ്ങളെ ഫലപ്രദമായിട്ട് ഏറ്റവും ഇക്കണോമിക്കൽ ആയിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് തരും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ആമുഖം എന്നുള്ള നിലയിൽ ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ അത് നിങ്ങൾ മിക്കവാറും ഉപയോഗിക്കുന്നതാണ്. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഒരു തുടക്കം എന്നുള്ള നിലയിൽ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമസ്കാരം, വിനോദ് നമ്പൂതിരി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് COVID-19 കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം കൊറോണ വൈറസ് ബാധയേക്കാൾ രോഗപ്രതിരോധ ശേഷി കുറവാണ് മരണകാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2018 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ പോഷകാഹാരക്കുറവുള്ളവരിൽ 1/3 ഇന്ത്യയിലാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. എന്താണ് ഇതിന് കാരണം? ഹെൽത്ത് കെയറിനെ കുറിച്ച് ശരിയായ അവബോധമില്ലായ്മ. ഹെൽത്ത് കെയർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാധാരണ വരുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ, നഴ്സ്, ഹോസ്പിറ്റൽ, മെഡിക്കൽ ഷോപ്പ്, മെഡിസിൻസ് തുടങ്ങിയവയാണ് അല്ലെ? യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യമാണോ? അസുഖങ്ങളല്ലേ? അപ്പൊ നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുന്നത് ഡോക്ടേഴ്സോ ആശുപത്രിയോ മരുന്നുകളോ ആന്റിബയോട്ടിക്സോ ഒന്നുമല്ല, മറിച്ച് ആഹാരമാണ്. കൃത്യമായി പറഞ്ഞാൽ പോഷകാഹാരങ്ങൾ. പക്ഷെ നമ്മിൽ ഭൂരിഭാഗം പേരും എന്നും ഭക്ഷണം കഴിക്കുന്നതിന്റെ അടിസ്ഥാനം വാക്കി രുചിയുള്ളത് വയറു നിറയെ കഴിക്കുക എന്നത് മാത്രമാണ്. തൽഫലമായി രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നില്ല. ഇവിടെയാണ് പോഷകാഹാരങ്ങളുടെ അഥവാ ഫുഡ് സപ്ലിമെന്റ്സിന്റെ പ്രസക്തി. ആഹാരം വഴി ദിവസവും നമുക്ക് ലഭിക്കേണ്ടത് ഈ 6 പോഷകങ്ങളാണ്. വെള്ളം ശരീരത്തിന്റെ 60%, രക്തത്തിന്റെ 92% വെള്ളമാണ്. കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം. ഊർജം ലഭിക്കുന്നത് അന്നജത്തിൽ നിന്നാണ്.
ദാഹിക്കുമ്പോൾ നാം വെള്ളം കുടിക്കുന്നു, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. ഈ സമയത്ത് വെള്ളവും അന്നജവും ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റു 4 ഘടകങ്ങൾ വേണ്ട അളവിൽ ലഭിക്കാറില്ല എന്നതാണ് പ്രശ്നം. ലിപ്പിഡ്സ്, കൊഴുപ്പുകൾ, കോശങ്ങളുടെ ഭിത്തി, ഊർജ്ജ സംഭരണി, ശരീരോഷ്മാവ് നിലനിർത്തൽ തുടങ്ങി നിരവധി ധർമ്മങ്ങൾ കൊഴുപ്പ് നിർവഹിക്കുന്നുണ്ട്. പ്രോട്ടീൻസ്, മാംസ്യങ്ങൾ, ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രോട്ടീൻസ്. മസിൽസ്, ബോഡി ഷേപ്പ്, ആകാരഭംഗി, പേശീബലം, എന്തിന് നഖങ്ങളുടെയും മുടിയുടെയും വരെ ആയുസ്സും ആരോഗ്യവും തീരുമാനിക്കുന്നത് പ്രോട്ടീൻസ് ആണ്. 13 വൈറ്റമിൻസ് ആൻഡ് 16 മിനറൽസ്, 13 ജീവകങ്ങളും 16 ധാതുക്കളും. ഇവ കാറ്റലിസ്റ്റ് ആണ്, ഉൽപ്രേരകങ്ങൾ എന്ന് പറയും. ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറിയായ മനുഷ്യ ശരീരത്തിലെ ഏത് രാസപ്രവർത്തനവും ശരിയായി നടക്കാൻ ഇവ ആവശ്യമാണ്. മായമില്ലാത്ത, വേവിക്കാത്ത, പച്ചയായ പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നുമാണ് ഇവ ലഭിക്കുന്നത്. മാത്രമല്ല പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ബോഡിയിൽ സ്റ്റോർ ചെയ്യില്ല. അന്നേക്ക് വേണ്ടത് അന്നന്ന് ലഭിക്കണം. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇന്നത്തെ ലോകത്ത് എത്ര പേർക്ക് ഇതെല്ലാം ശരിയായ അളവിൽ ലഭിക്കുന്നുണ്ട്? അകാല നരയും അകാല വാർദ്ധക്യവും എല്ലാം ബാധിച്ച് ചുക്കിച്ചുളിഞ്ഞ് വിവിധ അസുഖങ്ങൾക്ക് കീഴ്പ്പെട്ട് ആയുസ്സെത്താതെ മരിക്കുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കൂടാതെ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ആഹാരം എല്ലാം മലിനമയമായ ഈ കാലത്ത് ഫുഡ് സപ്ലിമെന്റ്സ് ഒരു ഓപ്ഷൻ അല്ല, നെസസിറ്റിയാണ്. പോഷകാഹാരങ്ങൾ എന്നും കഴിക്കേണ്ടത് നിർണായകമാണ് എന്നർത്ഥം. ആരോഗ്യം മാത്രമല്ല, ഒരു 18 വയസ്സുകാരന്റെ ഓജസ്സും തേജസ്സും നിലനിർത്തിക്കൊണ്ട് 100 വയസ്സിനപ്പുറം ജീവിക്കാം എന്നതാണ് വാസ്തവം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ലോകാരോഗ്യ സംഘടനയുടെ ഈ കണക്കുകൾ ശ്രദ്ധിക്കുക. ആവറേജ് ലൈഫ് സ്പാൻ അഥവാ ശരാശരി ആയുസ് നിരന്തരമായി വർദ്ധിക്കുന്നത് കാണാം. 1960-ൽ വെറും 39.93 ആയിരുന്നു ലൈഫ് സ്പാൻ എങ്കിൽ 1980 ആയപ്പോഴേക്കും അത് 52-ലേക്കും 2000-ൽ അത് 61-ലേക്കും ഒടുവിൽ ഇതാ 2020-ൽ അത് 69-ലേക്കും വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ 2025-2030 ആകുമ്പോഴേക്കും 75-80 വയസ്സായിരിക്കും ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി. അതിന്റെ അർത്ഥം 3-ൽ ഒരാൾക്കെങ്കിലും 100 വയസ്സിനും അപ്പുറം ജീവിക്കാൻ കഴിയും എന്നാണ്. ഒരു 18-കാരന്റെ ഊർജ്ജസ്വലതയോടെ 100 വയസ്സ് കിടക്കണോ, അതോ രോഗിയായി മാറിയും മറ്റുള്ളവരെ ആശ്രയിച്ച് 100 വയസ്സ് കിടക്കണോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ശരീരത്തെ ഒരു വാഹനമായി സങ്കല്പിച്ചാൽ ലിപ്പിഡ്സും പ്രോട്ടീൻസും ഈ വാഹനത്തിന്റെ സ്ട്രക്ചറും ബോഡി ബിൽഡിംഗുമാണ് നിർവഹിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഫ്യൂലായി മാറുന്നത്. അതുപോലെ വൈറ്റമിൻസും മിനറൽസുമാണ് ഇഗ്നിഷൻ കീ ആയി മാറുന്നത്. ഇത് ലഭിച്ചില്ലെങ്കിൽ ഈ വാഹനം പതിയെ ഈ അവസ്ഥയിലാവുകയും ഗ്യാരേജിൽ പ്രവേശിക്കുകയും ചെയ്യും. അതുപോലെ ഈ ഘടകങ്ങൾ ലഭിച്ചില്ലെങ്കിൽ 30 വയസ്സിലും 40 വയസ്സിലും തന്നെ പലരും മരുന്നുകളും സർജറിയുമുള്ള ഈ ഒരു ഗ്യാരേജിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ഇവിടെ എത്തിയാൽ ആശുപത്രി, ഡോക്ടർ, മെഡിക്കൽ ഷോപ്പ്, മരുന്നുകൾ, ആ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ്, പുതിയ അസുഖങ്ങൾ, പുതിയ മരുന്നുകൾ, പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ. ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് സാവധാനം നഷ്ടപ്പെടുന്നു, പുറത്തേക്കുള്ള വഴി അടയുന്നു. കൂടാതെ ലൈഫ് ലോങ് പല കെമിക്കൽസും കഴിക്കുന്നത് മെയിന്റനൻസിന് മാത്രമാണ്, ക്യൂറിനല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ ഒരു ചോദ്യം, വലതുവശത്തേക്ക് വീഴാതെ ഈ ഇടതുവശത്ത് 100 വയസ്സുവരെ ജീവിക്കാൻ ഒരു 100 രൂപയെങ്കിലും ദിവസവും നിക്ഷേപിക്കാൻ തയ്യാറാണോ? ഒരു 100 രൂപ പോലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ചെറിയ ബൈക്കെങ്കിലും ഉണ്ടെങ്കിൽ വെറും 10-15 വർഷം മാത്രം ആയുസ്സുള്ള ആ വാഹനത്തിനായി ദിവസവും 100, 200, 300 എല്ലാം നിങ്ങൾ ചെലവാക്കുന്നുണ്ട്. ഇന്ധനം മാത്രമല്ല, ആ വാഹനത്തിന്റെ ഫിക്സഡ് കോസ്റ്റ്, ഇൻഷുറൻസ്, ടാക്സ്, മെയിന്റനൻസ് എല്ലാം ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. പെർ ഡേ കോസ്റ്റ് വളരെ വലുതാണെന്ന് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ശ്രദ്ധിച്ചാൽ 100 വർഷങ്ങൾക്കും അപ്പുറം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റായ ശരീരത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജനനം മുതൽ മരണം വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ബ്രെയിൻ, ലങ്സ്, ഹാർട്ട്, കിഡ്നി, ലിവർ, സ്റ്റൊമക് തുടങ്ങിയ അവയവങ്ങളുടെ വില എന്താണ്? നിങ്ങളുടെ ആത്മാവ് പോലും കുടികൊള്ളുന്നത് ശരീരം എന്ന ക്ഷേത്രത്തിലാണ്. ശരീരം നല്ല കണ്ടീഷനിലല്ല എങ്കിൽ നേരാവണ്ണം പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല. ശരിയല്ലേ? ഈ ഒരു അവസരത്തിൽ ഞാനൊരു ഓഫർ മുന്നോട്ട് വെച്ചാൽ നിങ്ങൾക്കത് നിരസിക്കാൻ കഴിയുമോ? 100 വയസ്സിനപ്പുറം ആരോഗ്യത്തോടെ തുടരാൻ സഹായിക്കുന്ന മിതമായ വിലക്കുള്ള പോഷകാഹാരങ്ങൾ വീണ്ടും 50% വരെ വിലക്കുറവിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ 100 രൂപയെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ലേ? ഇത് മോദി കെയറിൽ നിന്നും മാത്രം ലഭിക്കുന്ന അൺബിലീവബിൾ ഓഫറാണ്. ഒരു സവിശേഷമായ മാർക്കറ്റിംഗ് പ്ലാനിന്റെയും ലോയൽറ്റി പ്രോഗ്രാമിന്റെയും ഓഫേഴ്സിന്റെയും പിൻബലത്തോടെ മോദി കെയർ മാത്രം ഒരുക്കി തരുന്ന ഒരു സാഹചര്യം. ഇത് കാണാതെ പോകുന്നതിനും അവഗണിക്കുന്നതിനും ഒരുപക്ഷെ പിന്നീട് വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നേക്കാം. കാരണം ജീവിതം ഒരു റിഹേഴ്സൽ അല്ല, ജീവിതത്തിൽ റീടേക്കുകളും ഇല്ല. ജീവിതത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്ന ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പറഞ്ഞത് ഈ ഒരു ഇൻട്രോ എത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഒരു സമയത്ത് ഒരാൾ ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം പർച്ചേസിന് വേണ്ടി പോകുന്നതാണല്ലോ അടുത്ത സ്റ്റെപ്പ്. ആ പർച്ചേസിന് വേണ്ടി അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ലോകം കൂടി ലഭ്യമാക്കുക.
സോപ്പിന്റെയും പേസ്റ്റിന്റെയും അലക്കുപൊടിയുടെയും മറ്റുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഒരാൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അയാൾക്ക് ഈ ഒരു ലോകം മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു ക്ലൈമറ്റ് സെറ്റർ ആണ്. ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഇത് IKN101 എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് കൃത്യമായിട്ടുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. അപ്പൊ ഇത് ഒരാളെ തുടക്കം തന്നെ തൊടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ സംസാരിച്ചു, ഡിസ്കഷൻ കഴിഞ്ഞു, ഒരാൾ നമ്മോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറായി, വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മതി, ആ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ സവിശേഷമായ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിലക്കുറവിന് ഒരുപാട് പ്രത്യേകതകളോടുകൂടി 100% മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം അവര് പർച്ചേസിങ്ങിന് വേണ്ടി നീങ്ങുമ്പോൾ അവർക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ടും അയച്ചു കൊടുത്ത് അവരെ ഈ ഒരു ലോകം കൂടി കാണിച്ചു കൊടുക്കണം. കാരണം ആളുകൾ അത്രയും ഡിപ്രൈവ്ഡ് ആണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനകത്തുള്ള ഒരു എലമെന്റ് നമ്മൾ എടുക്കുകയാണ്. ആ എലമെന്റ് ആണ് പ്രോട്ടീൻ. അപ്പൊ നമുക്ക് അത് നോക്കാം. കാരണം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉള്ളതാണ്. ഇടയ്ക്ക് ഞാൻ നിർത്തി നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. राइट, लेट्स कम बैक टू आवर डिस्कशन. सबसे पहले मैं आपको ऑब्जर्वेशन बताता हूं. प्रोटीन जो बिल्डिंग ब्लॉक होती है लाइफ की, प्रोटीन होता क्या है? प्रोटीन एक पॉलीपेप्टाइड चेन होता है. किस चीज का? कार्बन, ऑक्सीजन, नाइट्रोजन एंड हाइड्रोजन. तो ये एक बेसिक बिल्डिंग ब्लॉक है हमारे बॉडी का. इन ऑलमोस्ट ऑल द पार्ट्स ऑफ आवर बॉडी वी फाइंड प्रोटीन. प्रोटीन बहुत जरूरी है हमारे डे टू डे लाइफ के लिए. और अगर हम लोग बात करें ICMR की, इंडियन काउंसिल ऑफ मेडिकल रिसर्च, वो कहते हैं कि हर दिन कम से कम 48 ग्राम प्रोटीन चाहिए बॉडी को फॉर नॉर्मल फंक्शनिंग ऑफ आवर बॉडी. इन जनरल अगर हम लोग WHO की बात करें, WHO की रिकमेंडेशन ये है कि कम से कम 0.8 to 1 ग्राम पर केजी बॉडी वेट के लिए चाहिए प्रोटीन. यानी कि अगर आपका वेट समझ लीजिए 50 kg है, तो आपको कम से कम 40 ग्राम प्रोटीन की जरूरत होगी हर दिन फिट रहने के लिए. लेकिन हम लोग इंडिया की बात करें तो इंडिया में केवल 0.6 पर ग्राम पर बॉडी वेट, यानी कि पर केजी ऑफ बॉडी वेट ഈസ് ഇവിടെ പറയുന്നത് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലൈഫിന്റെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് എന്നർത്ഥം. ഈ പ്രോട്ടീൻ കൺസംഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു അവസ്ഥ വെച്ച്, ഇന്ത്യയുടെ ഒരു ബോഡി വെയിറ്റും ഇന്ത്യയുടെ ഒരു സെറ്റപ്പും വെച്ച് എന്തായാലും മിനിമം വേണ്ടത് 48 ഗ്രാം പെർ ഡേ ആണ്. 48 ഗ്രാം. പക്ഷെ അത് കിട്ടാറില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ അനുസരിച്ച് അവരുടെ റിക്വയർമെന്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരാളുടെ ശരീരഭാരത്തിന്റെ എത്ര കിലോ ഉണ്ടോ അത്രയും ഗ്രാം. ഇപ്പൊ 60 കിലോ ഉള്ള ഒരാൾക്ക് 60 ഗ്രാം ഒരു ദിവസം ആവശ്യമുണ്ട്. അത് ഒരിക്കലും പക്ഷെ കിട്ടാറില്ല. ഇന്ത്യയില് ഏറ്റവും കുറവാണ്, 0.6 ഗ്രാമേ കിട്ടാറുള്ളൂ. വേണ്ടത് 1 ഗ്രാമാണ്. അപ്പൊ ഗ്യാപ്പ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ കിലോഗ്രാം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ കിലോഗ്രാമിലും 0.4 ഗ്രാം നമുക്ക് പുറത്തുനിന്ന് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാറില്ല. ഇന്ത്യക്കാരുടെ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത്. വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സൃഷ്ടിക്കുന്നത്, ഭിത്തി ഉണ്ടാക്കുന്നത്, കോശങ്ങൾ ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ ആണെന്ന് ഓർക്കുമ്പോൾ അതിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവും. इनटेक इन इंडिया, यानी कि बहुत लो मात्रा में प्रोटीन हम लोग खाते हैं. अगर हम लोग और भी थोड़ा सा ऑब्जर्वेशन करें, कुछ रिसर्च स्टडीज पढ़े, सर्वेस पढ़े, तो सर्वे ये बताती है क्लियरली कि 73% ऑफ इंडियंस आर डेफिशिएंट. और अर्बन रिच मैंने आपको बता दिया है, जिसमें 90% लोगों को ये भी पता नहीं है कि हमें डेली प्रोटीन खाने की जरूरत है, डेली बॉडी के प्रोटीन की जरूरत है, ये पता नहीं है 90% लोगों को. साथ ही साथ अगर हम लोग बात करें अर्बन एरियाज की, सिटीज की, सिटी में बहुत ज्यादा गैप है प्रोटीन कंजम्पशन का और प्रोटीन के ऊपर नॉलेज का भी. अगर लोगों से पूछा जाए कि प्रोटीन जरूरी है क्या, प्रोटीन खाने से क्या होता है एटसेट्रा, तो इस पे ऊपर भी बहुत सारे मिथ्स है. इन क्वेश्चनेयर से इस सर्वे ने बताया है कि 85% लोगों को पता ही नहीं है कि प्रोटीन की वजह से वेट गेन नहीं होता है. मतलब उनको एक मिसकंसेप्शन है कि प्रोटीन से वेट गेन ज्यादा होता है. आपको ये जान ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സർവേ വഴി അവബോധം ഏറ്റവും കുറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പ്രോട്ടീൻ വിദ്യാഭ്യാസമാണ്. പ്രോട്ടീനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും കുറവാണ് ഇന്ത്യയിൽ എന്നുള്ളത് ഒരു സർവേ വഴി വെളിപ്പെടുകയുണ്ടായി. അതായത് 90% ആളുകൾക്കും ദിവസവും പ്രോട്ടീൻ ആവശ്യമുണ്ടെന്നുള്ള ധാരണ പോലും ഇല്ല എന്നുള്ളതാണ്. അത്ര മോശമാണ്. കാരണം നമ്മുടെ സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയോ ഒന്നും നമ്മളെ ഇത് പഠിപ്പിച്ചിട്ടില്ല. പലരും എഞ്ചിനീയർമാരാണ്, പലരും ബിസിനസ്സുകാരാണ്, പല ജോലിക്കാരാണ്, വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പ്രോട്ടീനെ കുറിച്ച് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയെ കുറിച്ച് അവർക്ക് ധാരണയുമില്ല. അത് അർബൻ, അതായത് നഗരങ്ങളിൽ പോലും ആളുകൾക്ക്
അതറിയില്ല. മാത്രമല്ല ഇത് അത്യാവശ്യമാണെന്ന് വിചാരമില്ല എന്ന് പറയുന്നത്. 90% ആളുകൾക്ക് ഇതൊന്നും അതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ. അപ്പൊ അത്രയധികം ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ആളുകൾക്ക് ആ വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തില് വ്യാപകമായിട്ടുണ്ട്. അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ 85% ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കഴിച്ചാൽ തടി വെക്കുമെന്നാണ്. ലോകത്ത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം. പക്ഷെ ആളുകൾ 85% ആളുകൾ വിചാരിക്കുന്നു. ഇന്ത്യയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇന്ത്യയിൽ നടന്നൊരു സർവേ പറയുന്നത് 85% ആൾക്കാർ വിചാരിക്കുന്നത് പ്രോട്ടീൻ ധാരാളം കഴിച്ചാൽ उड़ने तड़ी വെക്കുമെന്നാണ്. मानना है कि कार्बोहाइड्रेट्स की मात्रा ज्यादा हो जाए, फैट की मात्रा, लिपिड्स की मात्रा ज्यादा हो जाए, देन वेट गेन एक्सटेंसिवली होता है, प्रोटीन से ज्यादा वेट गेन नहीं होता है। लेकिन मिसकॉन्सेप्शन है लोगों में, इसकी वजह से एक सवाल जरूर उठ जाता है प्रोटीन डेफिशिएंसी के ऊपर भी। अगर हम लोग देखें कि कितना ग्लोबल एवरेज है प्रोटीन कंजम्पशन का, पिछले कुछ दशकों में इनफैक्ट ये राइज पे है। ये तो काफी नॉर्मल भी है कि अगर आपका जीडीपी बढ़ रहा है, आर्थिक विकास हो रहा है, आपकी लाइफस्टाइल इंप्रूव हो रही है, तो प्रोटीन कंजम्पशन इंप्रूव होना चाहिए, और ये हो भी रहा है विश्व में, स्पेशली डेवलप्ड कंट्रीज में। वहां पे ऑन एन एवरेज 68 ग्राम पर पर्सन पर डे कंजम्पशन हो रहा है। लेकिन വികസിത രാജ്യങ്ങളിലെല്ലാം കാരണം ആളുകൾക്ക് അവയർനെസ് വരുന്നു, വികസിത രാജ്യങ്ങൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവുന്നു, ആളുകൾക്ക് കൂടുതൽ അവബോധം ഉണ്ടാവുന്നു, അവിടെ എല്ലാം പ്രോട്ടീന്റെ കൺസംഷൻ കൂടുന്നുണ്ട്. അതായത് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ, വികസിക്കുന്ന രാജ്യങ്ങളിലെല്ലാം അതനുസൃതമായി തന്നെ പ്രോട്ടീൻ കൺസംഷൻ കൂടുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 68 ഗ്രാമിലേക്ക് വികസിത രാജ്യങ്ങളിലെല്ലാം എത്തിയിരിക്കുന്നതാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ അവസ്ഥ 46 ഗ്രാം പെർ പേഴ്സൺ പെർ ഡേ പോലും എത്താത്ത അവസ്ഥയാണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, ഈവൻ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും. इंडिया की बात करें तो इंडिया में केवल 46 ग्राम पर पर्सन पर डे, और यहाँ पे भी बहुत ज्यादा इनइक्वालिटी है। तो मैं आपको एवरेज नंबर बता रहा हूँ, लेकिन इनइक्वालिटी बहुत ज्यादा है। चलिए देखते हैं एग्जैक्टली क्या हो रहा है। अगर हम लोग देखें, इंडिया का एवरेज है यहाँ पे बहुत ही कम। अन्य देशों का आप देखिए, यहाँ पे डेवलप्ड कंट्रीज, यूएस, कनाडा, यूरोपियन यूनियन, ब्राजील, दी OECD कंट्रीज, देयर प्रोटीन कंजम्पशन इज वेरी वेरी हाई। कुछ कुछ कंट्रीज का तो ऑलमोस्ट 80 to 90 ग्राम्स पर डे के आसपास है, लेकिन इंडिया का 46 के आसपास यहाँ पे होवर कर रहा है। तो इससे क्लियरली पता चल रहा है कि प्रोटीन डेफिशिएंसी जरूर है। अब सवाल ये उठता है कि क्यों है ये प्रोटीन डेफिशिएंसी, क्या प्रॉब्लम है, क्या हमारा देश इसके लिए कुछ कर नहीं रहा है, सरकार कुछ कर रही है या नहीं, ये सब देखेंगे। बट पहले रीजन जानते हैं कि व्हाई एग्जैक्टली देयर इज डेफिशिएंसी। इसके लिए दो कारण है। पहला कारण है वेजिटेरियनिज्म। अब आप इसके ऊपर आर्गुमेंट कर सकते हैं कि क्या वेजिटेरियन फूड प्रोटीनेशियस नहीं होता है? बिल्कुल होता है, लेकिन हमारे देश में भी एक मिसकॉन्सेप्शन है कि मेजॉरिटी वेजिटेरियन है करके। ये इनफैक्ट एक मिथ है, एक गलत बात है। अगर हम लोग फूड एंड एग्रीकल्चर ऑर्गेनाइजेशन का एस्टिमेट देखें तो वो कहते हैं कि इंडिया में केवल 40 से 45% लोग वेजिटेरियन हैं। तो अप्रोक्सीमेटली 40% पीपल आर वेजिटेरियन। और ऐसा नहीं है कि वेजिटेरियन फूड इज नॉट प्रोटीनेशियस। वी डू हैव वेजिटेरियन फूड विच इज प्रोटीनेशियस, जैसे कि पल्सेस हैं, जो आप दाल खाते हैं वो प्रोटीनेशियस होती है। जो ग्राउंडनट खाते हैं, ग्राउंडनट इज प्रोटीनेशियस। सोयाबीन इज प्रोटीनेशियस, लेकिन दे आर नॉट कॉन्स्टिट्यूएंट्स ऑफ योर मेजर डाइट। तो आप डाइट में कितना ही ये प्रोटीन कंजम्पशन करते हैं, ये सवाल उठ जाता है। और जो मैं बता रहा हूं, अप्रोक्सीमेटली 55 से 60% जो नॉन वेजिटेरियन है वो भी फ्रीक्वेंटली मीट नहीं खाते हैं। क्यों? क्योंकि मेनली कल्चरल रीजन है। जो मीट खाते भी हैं वो कहते हैं कि मैं शनिवार को नहीं खाऊंगा, मंगलवार को नहीं खाऊंगा क्योंकि हनुमान का दिन है, एटसेट्रा एटसेट्रा। ऐसे बहुत सारे कल्चरल चीजें हैं जिसकी वजह से मीट भी फ्रीक्वेंटली नहीं खाते, इसकी वजह से प्रोटीन इंटेक कम है। तो वेजिटेरियनिज्म, जिसके ऊपर थोड़ा सा विवाद जरूर हो सकता है, बट इट इज ऑल्सो वन ऑफ द रीजंस। सबसे बड़ा रीजन ये है कि वेजिटेरियनिज्म है और इनफ्रीक्वेंट मीट कंजम्पशन है, और हमारे पास सीरियल डोमिनेटेड डाइट है। सीरियल डोमिनेटेड डाइट जिसकी वजह से हम लोग ज्यादा कार्बोहाइड्रेट खाते हैं प्रोटीन के बजाय। हमारी डाइट में ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പോ സംസാരിച്ചത്. മറ്റുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു തർക്കം ഉണ്ടാവാം. കാരണം ഇന്ത്യയിൽ 40 തൊട്ട് 45% വരെ വെജിറ്റേറിയൻസ് ആണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കണമെന്നില്ല കാരണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റെഗുലർ ആയിട്ട് മീറ്റ് കഴിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ഇടയിൽ കുറവാണ്. നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ചകളിൽ മീറ്റ് കഴിക്കുന്നുണ്ടാവുന്നല്ലാതെ ഈവൻ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ഒരു മീറ്റ് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. മറ്റ് കൊളസ്ട്രോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് പലപ്പോഴും അതിലൊരു ഒരു വളരെയധികമുള്ള ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ ഇത് ഈ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ പറയുന്ന കാര്യം. കാരണം കൂടുതലും
സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ അരി, ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഊണ് കഴിക്കുമ്പോൾ, ചോറ് കഴിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മൾ കറികളല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, വെജിറ്റബിൾസ് അല്ല കൂടുതൽ കഴിക്കുന്നത്, ഫ്രൂട്ട്സ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മിക്കവാറും ഒരു കൂന ചോറ്, ഒരു കൂന ചപ്പാത്തി, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചോറ് എടുത്തിട്ട് വളരെ കുറച്ച് മാത്രം കറികൾ എടുക്കുന്ന രീതിയാണ് പണ്ട് മുതലേ ഉള്ളത്, കേരളത്തിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും. ഇത് വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അല്ല കിട്ടുന്നത്, ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കിട്ടുന്നത്, അന്നജമാണ് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഞാനതൊന്ന് മുമ്പോട്ട് കൊണ്ടുപോവാം. ग्राम पर डे अर्बन एरियाज में ये मिलता है सप्लीमेंटेशन ऑफ प्रोटीन। तो क्लियरली पता चल रहा है कि प्रोटीन डेफिशिएंसी है। अगर प्रोटीन റൂറൽ ഏരിയകളിൽ വെറും 3.8 ഗ്രാം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത് അർബൻ ഏരിയയിൽ 7.2 ഗ്രാം ആണെങ്കിൽ ഈ പറയുന്ന റൂറലിൽ 3.8 ഗ്രാം പെർ ഡേ ആണ്. ഇത് വളരെയധികം डेफिशिएंसी है, അപകടമുള്ള क्या होगा, क्या प्रॉब्लम क्या है फिर अगर हम लोग इसका इम्पैक्ट देखें। तो स्टडी ने बताया है क्लियरली, जो स्टडी हुई थी 8 इंडियन सिटीज में, वहां पे ये पाया गया कि 71% इंडिविजुअल्स, अडल्ट इंडिविजुअल्स की बात कर रहा हूं, जो 30 से 55 उम्र के वर्ग में आते हैं, उनका पुअर मसल हेल्थ है। इसीलिए कहा जाता है कि प्रोटीन, अगर आपने सुना होगा बहुत बार, जो वर्कआउट करते हैं, जो जिम जाते हैं, दे आर ऑल क्रेजी अबाउट प्रोटीन, वे प्रोटीन, अदर प्रोटीन दे टॉक अबाउट, क्योंकि मसल बिल्ड करना है, राइट। प्रोटीन की നോക്കൂ, ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ അവനവന്റെ മസിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കാരണം ഇന്ത്യയിലെ നോക്കൂ, 71% ആളുകൾ, 100 പേരെടുത്ത 71% ആളുകൾ, 30 മുതൽ 55 വയസ്സ് വരെയുള്ള ആളുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 71% ആളുകൾക്കും മസിൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. പുവർ മസിൽ ഹെൽത്ത് ആണ്. നിങ്ങളുടെ കൈകളിലെയും കാലുകളിലെയും ഒക്കെ മസിൽസിന്റെ പുഷ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തന്നെ സ്വയം ചെക്ക് ചെയ്ത് നോക്കി. അത് ഒട്ടും ഉറച്ചതായിരിക്കില്ല. അതിന്റെ കാരണം പ്രോട്ടീൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ എക്സ്ട്രാ പ്രോട്ടീൻ കഴിക്കുന്നത് നമുക്ക് കാണാം. അവര് ക്രേസി ആയിട്ട് കഴിക്കുന്നതാണ്. അതിന്റെ കാരണം അതാണ്. അതിന്റെ അപകടം നോക്കൂ. കുട്ടികളിൽ ഉണ്ടാകുന്ന അപകടം, ഏറ്റവും വലിയ അപകടം നോക്കൂ. 38% ആളുകളാണ്, 5 വയസ്സിൽ താഴെയുള്ള 38% ആളുകളാണ് അണ്ടർ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ്. 15% ഓഫ് ചിൽഡ്രൻ സഫർ ഫ്രം ഒബിസിറ്റി ആൻഡ് ഓവർ വെയിറ്റ്. ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. की वजह से मसल हेल्थ नहीं होता है, जिससे हमारी प्रोडक्टिविटी डाउन होती है। तो अडल्ट में तो प्रॉब्लम है ही है, और सबसे बड़ा प्रॉब्लम बच्चों में भी है, क्योंकि डबल वैमी हो रही है हमारे पास। क्या? एक तो अंडर न्यूट्रिशन, हमारे पास न्यूट्रिशन मिल नहीं रहा है। ये कहा जाता है कि भारत में 38% बच्चे जो 5 साल से कम उम्र वाले हैं, वो अंडर नरिश्ड है, यानी कि स्टंटेड और वेस्टेड है। स्टंटेड मतलब जिनकी हाइट कम है, वेस्टेड मतलब उनकी हाइट के पर्याप्त उनका वेट नहीं है। तो ये दोनों प्रॉब्लम हो रही है बिकॉज ऑफ अंडर न्यूट्रिशन। तो अंडर न्यूट्रिशन तो समझ में आता है, लेकिन इंडिया में एक डबल वैमी है, दूसरा प्रॉब्लम भी है। प्रॉब्लम है मैल न्यूट्रिशन का, आई वुड रादर से ओवर न्यूट्रिशन का। ओवर न्यूट्रिशन मतलब 15% जो भारत में बच्चे हैं वो ओबीस है या ओवरवेट है, यानी कि उनका वेट बहुत ज्यादा है। इनका नंबर है 14.4 मिलियन। तो दोनों तरफ से भी न्यूट्रिशन सही नहीं मिल रहा है, तो हेल्थ सही नहीं रहती है, बच्चों की भी और साथ ही साथ एडल्ट्स की भी। इन सब का परिणाम अल्टीमेटली हमारी सोसाइटी पे पड़ता है, इंडियन इकोनॉमी पे पड़ता है, क्योंकि अगर आप यहाँ पे फोकस करें, 30 से 55 वाले प्रोडक्टिव एज है, और अगर इनकी मसल हेल्थ पुअर है तो इनकी प्रोडक्टिविटी कम होगी, अल्टीमेटली इससे इकोनॉमी के ऊपर भी असर पड़ेगा। നോക്കൂ, ഇന്ത്യയുടെ ഇക്കണോമിക്കൽ സിറ്റുവേഷൻ, സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ വളർച്ചയെ പോലും ഇത് ബാധിക്കും. കാരണം പേശീബലം കുറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങൾ വളരെ പെട്ടെന്ന് ക്ഷീണിതരാകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ, മനസ്സിൽ തോന്നുന്ന പോലെ ശരീരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു. മസിൽ എന്ന് പറയുന്ന എനർജിയുടെ ഒരു റിസർവയർ ആണ്. മസിൽ പവറിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഉത്സാഹവും ഉന്മേഷവും ശക്തിയും ഒക്കെ പേശീബലമാണ് തീരുമാനിക്കുന്നത്. ആ പേശീബലം ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വീക്കായിരിക്കും ഒരു രാജ്യം എന്നുള്ള നിലയിൽ തന്നെ, ഇക്കണോമിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വലിയ പ്രശ്നമാണ്, ഒരു വലിയ ദുരന്തമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇത് കാണുന്നവർ മനസ്സിലാക്കുക. तो क्या ये सरकार नहीं जानती है? सरकार जानती है ये सब कि अंडर न्यूट्रिशन है इंडिया में, इनफैक्ट आई वुड से मैल न्यूट्रिशन है, अंडर न्यूट्रिशन भी है, ओवर न्यूट्रिशन भी है, एटसेट्रा, ओबेसिटी भी बहुत ज्यादा है। तो ये सब प्रॉब्लम जरूर है। तो क्या हम कुछ कर रहे हैं? नहीं, हम बहुत कुछ कर रहे हैं,
बहुत सारी स्कीम चलती है सरकार की, पीडीएस है, आईसीडीएस और मिड डे मील प्रोग्राम है, लेकिन मिड डे मील प्रोग्राम में ऑल्दो प्रोटीन की कुछ स्टैट्यूटरी रिक्वायरमेंट्स है, लेकिन सवाल जरूर उठा सकते हैं उन चीजों पे भी। हाल ही में मोदी सरकार ने नेशनल न्यूट्रिशन मिशन लाया है, पोषण अभियान, थोड़ा सा प्रोग्रेस जरूर है, लेकिन एक दुखद खबर है फिर से कि न्यूट्रिशन सेंसिटिव जो स्कीम है उनके लिए फंडिंग 2019 और 2020 से कंपेयर करें तो 19% उनकी फंडिंग नीचे गिर चुकी है। ये सारी स्कीम्स है जो न्यूट्रिशन से कहीं ना कहीं कनेक्ट हो जाएंगी। इसके अलावा हमारे पास और भी बहुत सारी स्कीम चलती हैं, जैसे राजीव गांधी नेशनल क्रैच स्कीम, बालवाड़ी न्यूट्रिशन प्रोग्राम, नेशनल न्यूट्रिशनल एनीमिया प्रोफाइलैक्सिस प्रोग्राम, बहुत सारे प्रोग्राम्स हैं। इन प्रोग्राम्स के बावजूद प्रॉब्लम ये है कि अंडर न्यूट्रिशन है, मैल न्यूट्रिशन है, प्रोटीन डेफिशिएंसी है हमारे देश में। तो इसके लिए हम लोग क्या कर सकते हैं? एक सिंपल सा सुझाव है एट द एंड ऑफ आवर डिस्कशन। इस सुझाव के साथ डिस्कशन एंड करते हैं कि हमें एक अवेयरनेस क्रिएट करना पड़ेगा, क्योंकि अगर हम लोग देखें अर्बन एरियाज में ही ये प्रॉब्लम है, जहां पे हम लोग कहते हैं कि लिटरेसी रेट ज्यादा है, वहीं पे इतना ज्यादा कंफ्यूजन है प्रोटीन को लेके। लोगों को पता नहीं है कि दिन में कितने प्रोटीन की रिक्वायरमेंट है। लोगों को यह भी पता नहीं है कि प्रोटीन की वजह से आप ओवरवेट नहीं होते हैं। प्रोटीन कीप्स यू फिट, प्रोटीन मेक्स योर मसल्स फिट। और हमें यह अवेयरनेस लाना चाहिए लोगों में कि क्या खाना चाहिए, कितना खाना चाहिए, और इंपॉर्टेंस क्या है मैक्रोन्यूट्रिएंट्स की और प्रोटीन्स की। क्योंकि जैसे ही वो आइडेंटिफाई कर लेंगे तो अपनी तरफ से भी वो एक कोशिश करेंगे। सरकार तो ऑलरेडी बहुत सारी स्कीम चला रही है और आशा करते हैं कि इस चीज में और भी फोकस आ जाए टू मेक इंडिया protein sufficient rather than protein deficient in the coming times. That is it from my side on this part of discussion. Thank you for watching. Jai Hind. എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 120 ആളുകളുണ്ട്. ഇപ്പോ ഈ 120 ആളുകൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴെങ്കിലും എന്ത് കഴിക്കണം, എത്ര കഴിക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വലിയ വിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഒരു പ്രോട്ടീനുമായിട്ട് ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അയാൾ എന്ത് കരുതുന്നല്ല വിചാരിക്കേണ്ടത്. അയാള് പ്രോട്ടീൻ പൗഡർ മര്യാദയ്ക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അയാളുടെ ജീവിതം എന്താവും, അയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും, ഇന്ന് രാജ്യം നേരിടുന്ന വിപത്ത് എന്താവും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള നമ്മുടെ താല്പര്യമാണ്. അവരെടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട, രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട, മാനവരാശിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമായി എന്നുള്ളവരൊന്ന് കാണിക്കും, ഒരു സിമ്പിൾ കാണിക്കും. ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു ആർ എൻജോയിങ് ദ പ്രോഗ്രാം. ഐ തിങ്ക് യു ആർ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ്. ഞാൻ പറയുന്നതെല്ലാം ഓതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. നമ്മൾ വെറുതെ ഒരു കാര്യം പറയല്ല, ബേസ്ഡ് ഓൺ എന്തിന്റെ പേരിലാണെന്നുള്ളതാണ്. റിസർച്ചർ എന്നുള്ള നിലയിൽ, നമ്മളൊരു ഗവേഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഗുഡ് ഗോയിങ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലായി. ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. 10 signs you might have a protein deficiency. Protein plays a vital role in the daily functioning of our bodies. If you don't have enough of it, your body will suffer. According to UN data, around 1 billion people worldwide are protein deficient. How do you know if you're one of them? You'd better watch out for these 10 signs and symptoms related to protein deficiency so you'll know when there's a problem. Before you give yourself a health examination, take a moment to subscribe to The Bright Side of Life. Ring that notification bell to be the first to get all our updates. Number 10, food cravings. If you always feel hungry and have cravings for food and snacks, it may be because of a low protein, high carb and sugar-filled diet. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ഉള്ള, കൂടുതൽ ഷുഗർ ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രോട്ടീൻ കുറവുണ്ട് ശരീരത്തിൽ നിന്ന് തന്നെയാണ്. The problem could be that you have unlimited access to high-calorie foods in which the amount of protein is low in comparison to their calorie count. If you think a lack of protein would make you crave juicy steaks and healthy eggs, we hate to tell you this, but you're wrong. Protein is responsible for keeping the correct sugar levels in your body. If you don't get enough of it, your troubled glucose levels will inspire you to find a quick and easy solution by eating some candy. That's why not having enough protein in your system is likely to make you dream of all the sugary stuff in the world.
To make things clear, when we say not enough protein, we mean somewhere under 56 grams for men and 46 grams per women per day. For kids, it varies from 19 grams to 34 grams depending on their age. This figure may also vary if you are pregnant or ill. According to the US Department of Agriculture, you can calculate a more specific amount using a simple formula. Try to eat about 0.36 grams of protein for every pound of your weight. Number 9. Loss of muscle mass and joint pain. Before you get excited on hearing the words loss of mass, note that this doesn't concern a slimmer body. On the contrary, when you're unable to build muscle mass, even if you're working out, this can lead to muscle waste or atrophy. It can also make you constantly feel tired and gain fat. ലീൻ ആവാൻ വേണ്ടി അല്ലെങ്കിൽ മെലിയാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മസിൽ ഉണ്ടാവരുത് എന്നുള്ളതല്ല. രണ്ടും രണ്ടാണ്. അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ ആ മസിൽസ് ഇല്ലാതാവും. അതിനെയാണ് അട്രോഫി എന്ന് പറയുന്നത്. ഉപയോഗിക്കാത്തതെല്ലാം നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു ഫിലോസഫി എന്നാണ് ഇത് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാവും. മസിലും അങ്ങനെ തന്നെയാണ്. മസിൽസ് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നഷ്ടമാവും. അങ്ങനെ വരുമ്പോൾ ആ മസിൽ മാസ് ഇല്ലാതാവുന്നതും ജോയിന്റ് പെയിൻ വരുന്നതും എല്ലാം ഈ പറയുന്ന പ്രോട്ടീൻ ഇല്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. Even if you spend extra hours at the gym, it won't help you if the problem is a lack of protein. You see, muscles are the body's largest reservoir of protein. പ്രോട്ടീൻ ഇല്ലാതെ എക്സർസൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എത്ര നമ്മൾ ജിമ്മിൽ പോയിട്ടോ എവിടെ പോയിട്ടോ കാര്യമില്ല. പ്രോട്ടീൻ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. Muscle weakness, pain, and loss of mass are all signs of a protein deficiency. A study by the University of Arkansas says this is commonly found in elderly people. Protein is essential for muscle growth and maintenance. Number 8. Skin and nail problems. A protein deficiency can result in weak and brittle nails. In a few cases, people might observe white bands and brownish spots on their nails. When there's not enough protein, നിങ്ങളുടെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ നഖത്തിൽ ഇത്തരത്തിലുള്ള വെള്ള പാടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നഖം പൊട്ടുന്ന ഒരു നഖമാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് അതിനെ ഇടയ്ക്ക് ക്രാക്കുകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നീളത്തിലുള്ള ക്രാക്ക് ആണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം 89% ആൾക്കാർക്കും പ്രോട്ടീൻ കുറവാണെന്ന് പറയുമ്പോൾ മിക്കവാറും ആളുകളുടെ നഖങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാതെ ആ ഒരു ആരോഗ്യം ഉണ്ടാവില്ല. ആ ഒരു അരുണിമ എന്നൊക്കെ പറയില്ലേ, ചുമന്ന ഒരു ഫീല് ആ നഖങ്ങൾക്ക് പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്കിന്ന് അതുപോലെ തന്നെ വളരെ വെളുത്ത സ്കിന്നുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊക്കെ പ്രോട്ടീൻ കുറവുണ്ടെന്ന് നമുക്ക് ഒറ്റ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാവും. in your system, your body simply decides that your nails aren't essential either. As a result, they crack and break. A protein deficiency can affect the skin as well because protein enables cell regeneration, produces new cells, and replaces dead ones. If this happens, you'll notice your skin feeling dry, flaky, and cracked. If you notice that your skin is unusually pale, it might be a sign of anemia, a lack of iron in your body. These conditions often go together. Number 7, hair loss. Do you know that feeling when you brush your hair and see what seems like hundreds of hairs left on the comb? Hit the like button if that sounds familiar. 90% of our hair is composed of a protein called keratin. If you don't get enough nutrients, your hair may thin and fade. This happens. മുടി കൊഴിച്ചിൽ ഒരു പൊതുവെ കാണുന്ന ഒരു കാര്യമായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നത്. കാരണം പൊതുവെ ആളുകളുടെ കയ്യിൽ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അകാല നര വരുന്നതിന്റെ ഒരു കാരണം പ്രോട്ടീൻ ഇല്ലായ്മയാണ്. മുടി കൊഴിച്ചിലിന് കാരണം പ്രോട്ടീൻ ഇല്ലായ്മയാണ്. കാരണം കെരാട്ടിൻ എന്ന് പറയുന്ന മുടിയുടെ ബലത്തിന് ഉണ്ടാക്കുന്ന കെരാട്ടിൻ അത് 90% പ്രോട്ടീനാണ്. അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഒരുപാട് മുടി കൊഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രോട്ടീൻ കുറവാണ് എന്നുള്ള കാര്യമാണ്. Because the body stops using protein for non-essential things like hair growth in an effort to preserve it. While your hair might mean the world to you, your body has other priorities. ഇതിലെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് വെച്ചാല് മുടി നമുക്ക് വലിയൊരു സംഭവമാണെങ്കിലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ മുടിയുടെ സംരക്ഷണത്തെക്കാളും വളരെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മുടിക്ക് പോകേണ്ട പ്രോട്ടീൻ എവിടെയൊക്കെ ഉപയോഗിക്കും. ഇത്തരത്തിലുള്ള വളരെ വൈറ്റൽ ആയിട്ടുള്ള നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ഹാർട്ട് തുടങ്ങിയ ഫങ്ഷൻസ് ഒക്കെ വൈറ്റൽ ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ പ്രോട്ടീൻ ഉപയോഗിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മുടിക്ക് പോകേണ്ട പ്രോട്ടീനുകൾ പോകാതെ വരും. നമുക്കതൊരു വലിയ സംഭവമാണ്. മുടിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം മറ്റൊന്നും നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഇന്റലിജൻസ് ഉണ്ട്. ആ ഇന്റലിജൻസ് അനുസരിച്ച് ഉള്ള പ്രോട്ടീൻ മുഴുവൻ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
When your protein levels are low, your body will redistribute the remaining protein to give enough to processes that are more essential than hair growth. Processes like leaving you with enough energy to keep going. So those shampoos promising you a hair boost won't help much when your problem is on the inside. Number 6, fatty liver. A fatty liver is one of the most common symptoms of a protein deficiency. If left untreated, it can cause fatty liver disease, which leads to inflammation, liver scarring, and potential liver failure. When you have an unhealthy fatty liver, it means there is too much fat in your liver cells. This is a common condition in people who consume a lot of alcohol, obese people, and even kids. ആലോചിച്ച് നോക്കൂ, ഈ ഫാറ്റി ലിവർ എന്ന് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ഫാറ്റി ലിവർ മിക്കവാറും ഡോക്ടേഴ്സ് പറയും അതുകൊണ്ട് അത് കുഴപ്പമില്ല, മിക്കവാറും ആളുകൾക്ക് ഉണ്ട് എന്ന് പറയും. കാരണം ഈ പറയുന്ന പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടാതെ വരുമ്പോൾ അതിന് വീക്കം ഉണ്ടാവുന്നതാണ്. കരൾ വീക്കം എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ്. അത് വലുതാവും. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അത് ബൾജാവും. ഈ രീതിയിലാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഫാറ്റി ലിവർ ഉള്ള ആളുണ്ടാവും. നമുക്ക് അതിന്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ പോലും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുണ്ടാവുന്നത്. Number 5, increased risk of bone fractures. Just as with your muscles, a low intake of protein can also affect your bones. Not having enough protein leads to a weakening of the bones, thus increasing the risk of bone fractures. According to ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വിചാരം പ്രോട്ടീൻ മസിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എല്ലുമായിട്ട് ബന്ധമില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് മസിൽ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ എല്ലുകൾക്ക് ഒരു പുറത്ത് നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണം കൊടുക്കുന്ന സംഗതിയാണ്. മസിൽ ഇല്ലാതെ വരുമ്പോൾ എല്ലുകൾ മുഴുവൻ വൾണറബിൾ ആവും. എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം വരുമ്പോഴേക്കും, ചെറിയൊരു വെയിറ്റ് എടുക്കുമ്പോഴേക്കും, ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് ക്ഷതം വരുന്നതും നിങ്ങൾ ആകെ പ്രശ്നത്തിലാകുന്നതിന്റെ ഒക്കെ കാരണം ഈ മസിൽസ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയില്ല, ഈ എല്ലുകളെ പൊതിഞ്ഞു നിൽക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമ്പോഴേക്കും എല്ലൊടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. കാരണം അതിന് കുഷ്യനായിട്ട് വരേണ്ടത് മസിലായിരുന്നു, അതില്ലാത്തതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. Dr. Josh Axe, DNM, DC, CNS, a certified doctor of natural medicine, chiropractor, and clinical nutritionist. This is mostly because protein is needed for calcium absorption and helping with bone metabolism. Studies show that things get worse over the years, and those who don't get enough protein in their younger years face greater ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറുപ്രായത്തിൽ തന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ, ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ കുഷ്യൻ ആവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കാൽഷ്യം അബ്സോർപ്ഷന്, എല്ലുകളുടെ കരുത്ത് എന്ന് പറയുന്നത് അതിലെ കാൽഷ്യം കണ്ടന്റ് ആണ്. ആ എല്ലുകളിലെ കാൽഷ്യം അബ്സോർപ്ഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ടത് പ്രോട്ടീൻസ് ആണ്. ആ പ്രോട്ടീൻ ഇല്ലാതെ വരുമ്പോൾ എല്ലുകളിൽ കാൽഷ്യം അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. ചെറുപ്രായത്തിൽ കുട്ടികളിൽ വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻ കൊടുത്തില്ലെങ്കിൽ, കാരണം പ്രായമുള്ളവർക്ക് അവരുടെ ബോഡി വെയിറ്റിന്റെ അതായത് 1% ആണ് വേണ്ടതെങ്കിൽ കുട്ടികൾക്ക് 1.2% വേണം. അതായത് 30 വയസ്സുള്ള ഒരു കുട്ടിക്ക് 30 × 1.2 എന്ന് പറയുമ്പോൾ 36 ഗ്രാം ആണ് ഒരു ദിവസം വേണ്ടത്. അങ്ങനെ കിട്ടാത്ത കുട്ടികളുടെ അവരുടെ ശൈശവം കഴിഞ്ഞ് ബാല്യവും കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ആ കുറവ് അവരുടെ ജീവിതകാലം മുഴുവൻ നിഴലിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന എത്ര വലിയ ക്രൂരതയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളത്. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പകുതി ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ. ആക്ച്വലി അവർക്ക് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുണ്ട് വളരുന്ന പ്രായത്തിൽ. നമുക്ക് ഒരു അടുക്കളയേ ഉള്ളൂ. നമുക്ക് പാരന്റ്സിന് വേണ്ടി മാത്രം ഒരു അടുക്കള, കുട്ടികൾക്ക് ഒരു അടുക്കളയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് ഭക്ഷണവും കഴിക്കുന്നില്ല, ഉള്ളത് പകുതിയെ കഴിക്കുന്നുള്ളൂ. ആ പകുതി കഴിക്കുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. bone loss as they get older. Number 4, sleep deprivation. If you have trouble sleeping or suffer from sleep deprivation, it's likely linked to a protein deficiency. Proteins from the food we eat act as building blocks for tryptophan, an amino acid that causes drowsiness. It indicates that we must eat protein-rich food near bedtime to get better sleep. Plus, it might be your shifting blood sugar levels keeping you awake. Sufficient protein can help solve this problem too. ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഉറക്കക്കുറവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പ്രോട്ടീൻ കുറവ് കൊണ്ടാവാം എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ കുറവ് കൊണ്ട് ആളുകൾക്ക് ശരിയായിട്ടുള്ള ഉറക്കം ലഭിക്കാതിരിക്കുന്നു. ഉറക്കം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. കാരണം എല്ലാ തരത്തിലുള്ള റിപ്പയറുകളും നടക്കുന്നത് നിങ്ങൾ രാത്രി ഉറക്കം കിടക്കുമ്പോഴാണ്. ശരീരത്തിന്റെ വെയർ ആൻഡ് ടയർ മുഴുവൻ, ഒരു ദിവസത്തെ മുഴുവൻ ക്ഷീണം മുഴുവൻ ശരീരം തിരിച്ച് റീജുവനേറ്റ് ചെയ്യുന്ന മുഴുവൻ ഉറക്കത്തിലൂടെയാണ്. ആ ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു എനർജി ലോസ് നിങ്ങൾക്ക് അനുഭവപ്പെടും പിറ്റേ ദിവസം. അപ്പൊ ഇത് പ്രോട്ടീൻ കുറവ് കൊണ്ട് ഉണ്ടാവാൻ സാധിക്കും. Number 3, headaches and frequent illnesses. How often do you get headaches out of nowhere?
There can be multiple reasons for them, and 2 reasons are anemia and low blood sugar levels. You can blame a lack of protein for both. And if you tend to catch colds and infections easily and often, it's a sign that your immune system is not strong enough to protect you from all those evil germs. Sufficient protein is a great building material for a stronger and better immune system. ആലോചിച്ച് നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന പ്രോട്ടീന്റെ കുറവ് എത്രമാത്രം നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കി തരുന്ന ആലോചിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് അറ്റാക്ക് വരുന്നതും ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഒരു കാരണം ആളുകൾ ബേസിക്കലി പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ബേസിക്കലി അവരുടെ രോഗപ്രതിരോധ ശേഷിയും കുറഞ്ഞ ആൾക്കാരാണ്. അവരുടെ ഒരു ഫൈറ്റിംഗ് മെക്കാനിസം തന്നെ തളർന്ന ഒരവസ്ഥയിലാണുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഇവർക്ക് ഒരിക്കലും കോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. പണ്ട് കാലത്ത് എന്ന് പറയുന്നത് ഇത്രയധികം ടെൻഷൻ ഇല്ല. രോഗപ്രതിരോധ ശേഷി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വാക്ക് നിങ്ങൾ ഈ സമയത്ത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉടൻ തന്നെ ശരീരം സുസജ്ജമായിട്ട് ആ പുതിയ വരുന്ന രോഗാണുവിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഉയർന്ന തലത്തിലേക്ക് മാറുകയും അതിനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പൊല്യൂട്ടൻസും, അതായത് എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഉള്ള വായുവാണെങ്കിലും വെള്ളമാണെങ്കിലും ആഹാരപദാർത്ഥങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഭീഷണിയുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശേഷിയുടെ ഒരു അറ്റത്ത് നിന്നിട്ടാണ് ഇപ്പൊ സാധാരണ രീതിയിൽ പോലും മനുഷ്യൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു സാധാരണ ഗതിയിൽ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഒരു 50% നിൽക്കേണ്ടതിന് പകരം നമ്മൾ 80-90% നിന്നിട്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം തന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഈ സമയത്ത് പുറത്തുനിന്ന് ഒരു ആന്റിജൻ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാണു കയറി വന്നാൽ നമ്മുടെ ബോഡി അതിനേക്കാളും അപ്പുറത്ത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ പറ്റില്ല. ഇപ്പൊ ഒരു അഡീഷണൽ എഞ്ചിൻ ഇല്ലാതെ ഒരാൾക്കും പഴയ പോലെ അല്ല. ഇന്ന് ഒരു അഡീഷണൽ രോഗപ്രതിരോധ ശേഷിക്കുള്ള ഒരു എഞ്ചിൻ വെക്കാതെ ഒരാൾക്കും ഫൈറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിത് ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ വണ്ടി ഓടുന്നു, ആ വണ്ടി ഇപ്പൊ തന്നെ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. സാധാരണ ഇതിൽ വണ്ടി പോകുമ്പോൾ കയറ്റം വരുമ്പോൾ മാത്രമാണ് നമ്മൾ തേർഡിലേക്കും സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും ഇടേണ്ടത്. ഇപ്പൊ നമ്മൾ സാധാരണ റോട്ടിൽ കൂടെ തന്നെ വണ്ടി പോകണമെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഓടിക്കേണ്ട ഒരവസ്ഥയാണെങ്കിൽ ഒരു കയറ്റം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അഡീഷണൽ എഞ്ചിൻ ഫിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന പോലെയാണ്. ഈ ഒരു സമയത്ത് രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നല്ലതായിരിക്കും. ഇത് മറ്റുള്ളവരുമായിട്ടും പങ്കുവയ്ക്കും. Number 2, swollen feet. Edema is a condition in which extra fluid builds up in your body and makes your legs swell. Harvard Health publication links low protein levels and edema. You see, proteins prevent salt in water from leaking out of blood vessels and getting into tissues where they don't belong. കാലിൽ നീര് വരുന്നുണ്ടെങ്കിലും അത് പ്രോട്ടീൻ കുറവ് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുക. Number 1, brain fog. It's very important to have the proper intake of protein to support healthy brain function. If you experience a lack of motivation, poor memory, or trouble learning anything new, it's a sign that you are protein deficient. ആലോചിച്ച് നോക്കുക, പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പല മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും നിങ്ങൾ പോയിരിക്കുന്നുണ്ട്. കമ്പനി പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകൾ, വിനോദ് സാറിന്റെ ക്ലാസ്, ജിഷ സാറിന്റെ ക്ലാസ്, സുരേഖ ഭാർഗവയുടെ വീഡിയോ, ഇതൊക്കെ കഴിഞ്ഞിട്ടും നമുക്കൊരു ഉന്മേഷവും ഉത്സാഹവും പഠിക്കാനും പറ്റുന്നില്ല. പലതും ഓർമ്മയിൽ നിൽക്കുന്നില്ല, ചെയ്യാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഉത്സാഹക്കുറവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, പ്രോട്ടീൻ കുറവാണത്. കാരണം ബ്രെയിൻ ഫംഗ്ഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് പ്രോട്ടീൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ വേണ്ട ഒരു സ്ഥലമാണ് ബ്രെയിൻ. ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ വേണ്ടതും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോപ്പമിൻ എന്ന് പറയുന്ന വളരെ കാമും ബ്രെയിനിനെ വളരെയധികം സന്തോഷിക്കാനും ഉത്സാഹിപ്പിക്കാനും അതുപോലെ കാമായിട്ട് നിലനിർത്താനൊക്കെ പറ്റുന്ന ഡോപ്പമിൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന്റെയൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടായില്ലെങ്കിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. ഒരു മന്ദിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു അവസരം വരുമ്പോഴും ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലൊരു വലിയൊരു അവസരം മുന്നിൽ വന്നു, നമുക്ക് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇത് ഏത് സാധാരണക്കാരൻ വിജയിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കത് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ തന്നെ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വരെ നമുക്ക് വിഘാതമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ പാരയായി മാറുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. Dopamine, epinephrine, and serotonin are neurotransmitters your body needs in order to focus. Other mental, rather than physical, symptoms of protein deficiency include mood swings, depression, and problems with conflict resolution. പലപ്പോഴും വൈകാരികമായിട്ടുള്ള
ഇൻസ്റ്റബിലിറ്റി വരുന്നത്. പലർക്കും ഉള്ള പ്രശ്നം അതാണ്. പലർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാതിരിക്കുന്നു, മനസ്സിനെ കയ്യിൽ കിട്ടുന്നില്ല, മനസ്സ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു, മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാവുന്നു, എപ്പോ എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതിനെല്ലാം പ്രോട്ടീൻ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഘടകമാണ്. ഇനി നമ്മുടെ പ്രോട്ടീന്റെ പ്രത്യേകതകള് ഒന്ന് അറിയണം നല്ലതല്ലേ, എവിടെയാണ് അതിന്റെ വ്യത്യാസം എന്ന്. അപ്പൊ അത് നമ്മുടെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, മോദിക്കേറിന്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ ഒരു മിനിറ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. I'll show you 1 minute. Hi, I am Dr. Shruti Khaneja and I have been using their Well range, which is quite effective. Today I'll be talking about all plant protein powder. Basically, what are proteins? Proteins are the biological essence of life and every cell of the body contains proteins. But 73% of the urban India is deficient of proteins. Now, why proteins are important? They make a very important component of the muscles, bone, skin, hair, as well as vital fluids of the body, that is blood. They are also important for growth and tissue repair, and as well as for a proper running of the metabolism of the body and to keep our energy up. Now, if we talk about the product, that is the all plant-based proteins, it contains 84% of the protein. The powder is made up of soy, wheat and yellow pea, which has been procured from US, Belgium, Italy as well as France. US, ബെൽജിയം, ഇറ്റലി, ഫ്രാൻസ് ഈ 4 സ്ഥലങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച സോഴ്സിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന പ്രോട്ടീനുകൾ മുഴുവൻ വരുന്നത്. US, ബെൽജിയം, ഇറ്റലി, ഫ്രാൻസ് 4 സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് എവിടെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഡ്യൂപോണ്ട് എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്താണ് അതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഈ റോ മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ മാനുഫാക്ചറിങ് നടത്തുന്നത്. ഏറ്റവും വാല്യൂ ഫോർ മണി ഉള്ള, പിടിക്ക സ്കോർ 1 ആയിട്ടുള്ള, ഡൈജസ്റ്റബിലിറ്റി സ്കോർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനോട് മാച്ച് ചെയ്യുന്ന 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉള്ള, ഇന്ന് ഈ വിലയ്ക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച, കാരണം അത്രയും പെർസെന്റേജ് ഹൈ ആണ്. ഇന്ന് പരസ്യങ്ങളിൽ കാണുന്ന പല പ്രോട്ടീനുകളുടെയും 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 50, 40, 55 ഒക്കെ ഉള്ളൂ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ റിയൽ പ്രോട്ടീൻ. നമ്മൾ 87% പ്രോട്ടീൻ കൊടുക്കുന്ന വളരെയധികം അത്രയധികം സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. And has been manufactured from one of the topmost companies of India, that is DuPont. इसमें कोई कोलेस्ट्रॉल नहीं है, it is fat free, it has no added sugar, preservatives and no added flavor, and it has no added color as well. One of the point that I would like to emphasize on is that it is ideal for people who are lactose intolerant, as it is made from dairy free formula. हमारी आजकल की ज़िंदगी में इतनी भागदौड़ मची हुई है कि जो हम रोज़ खाना खाते हैं उससे हमारे शरीर की ज़रूरतें बिल्कुल भी पूरी नहीं हो पाती. इसीलिए हमें ये सारे सप्लीमेंट्स लेने बहुत ज़रूरी हैं. जो ऑल प्रोटीन पाउडर है, इसमें हमारे सारे के सारे 9 एसेंशियल अमीनो एसिड्स हैं जो कि हमारे शरीर के लिए बहुत ज़रूरी हैं. ये पाउडर हमारे पानी में बिल्कुल अच्छे से घुल जाता है, बिल्कुल भी कोई लम्स नहीं बनते और लेने में भी बहुत आसान है. I would recommend everyone to take all plant protein powder for a healthy lifestyle. अब हम इसकी एक डेमोन्स्ट्रेशन देखेंगे कि मार्केट में अवेलेबल बाकी प्रोटीन पाउडर से ये कैसे बेटर है. ഈ മറ്റൊരു ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത്. ഈ ബ്രാൻഡിന് ലോകവ്യാപകമായിട്ട് ഓപ്പറേഷനുള്ള ഒരു അമേരിക്കൻ കമ്പനിയുടെ ബ്രാൻഡാണ്. ആ പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി ടെസ്റ്റിൽ നമ്മളെക്കാൾ പുറകിലാണ്. പ്രോട്ടീൻ എടുക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിയും, നമുക്ക് അത്ര അബ്സോർപ്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അതേസമയം മറ്റ് പ്രോട്ടീനുകൾ, എസ്പെഷ്യലി അമേരിക്കൻ കമ്പനിയുടെ ബ്രാൻഡിന്റെ പ്രോട്ടീനാണ് ഈ ഡെമോൺസ്ട്രേഷൻ ഉപയോഗിക്കുന്നത്. അതിന് ലെംസ് ഉണ്ടാവും, പൊങ്ങി കിടക്കുന്നുണ്ടാവും. अब हम दूसरा प्रोटीन पाउडर लेंगे जो हमारे मार्केट में ऑलरेडी अवेलेबल है. इसका भी हम 1 स्पून लेंगे. आप देख सकते हैं कि ऑल प्लांट प्रोटीन पाउडर बहुत जल्दी मिक्स हो गया और उसमें कोई लम्स नहीं बने
उसके कंपैरेटिवली मुझे दूसरा प्रोटीन पाउडर मिक्स करने में बहुत समय लगा और इसमें लम्प्स भी बन रहे हैं. മിക്സ് ചെയ്യാനും ഒരുപാട് സമയം എടുത്തു. അതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പൊങ്ങി കിടക്കുന്ന തടിച്ച കഷ്ണങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ അബ്സോർബ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, അത് മിക്സ് ചെയ്യാനും കുറെ സമയം എടുക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രോട്ടീൻ പൗഡർ എത്രമാത്രം മെച്ചപ്പെട്ടതാണ് ഒരു പ്രമുഖ അന്താരാഷ്ട്ര കമ്പനിയുടെ ബ്രാൻഡിനേക്കാൾ എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടത്. സോ ഐ തിങ്ക് എല്ലാവർക്കും നമ്മുടെ പ്രോട്ടീൻ പൗഡറിന്റെ മേന്മയെ കുറിച്ച് മനസ്സിലായല്ലോ. പ്രോട്ടീനെ കുറിച്ച് മനസ്സിലാക്കി, നമ്മൾ പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, പ്രോട്ടീൻ ഇല്ലെങ്കിലുള്ള അപകടം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രോട്ടീന്റെ ഇമ്പാക്ട് മനസ്സിലാക്കി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തുണ്ടാവുമെന്നും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും രാജ്യത്തിന്റെ ഒക്കെ വളർച്ചയിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെ നേരിടാനായിട്ടുള്ള ഒരു വലിയ അവസരമാണെന്ന് മനസ്സിലാക്കുക. സാമ്പത്തികമായിട്ടുള്ള ഒരു അവസരം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. നമ്മുടെ സഹജീവികളുടെ ജീവിതത്തിലും അവനവന്റെ കുടുംബത്തിലെ ജീവിതത്തിലും അവനവന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ജീവിതത്തിലും വരാവുന്ന വിപത്തുകളെ വളരെ നല്ല രീതിയിൽ നേരിട്ടുകൊണ്ട് അവരുടെ ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ അവരുടെ ഏറ്റവും പൊട്ടൻഷ്യൽ മുഴുവൻ പുറത്തെടുക്കുന്ന രീതിയിൽ അവരെ ജീവിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആർ യു ഓക്കെ വിത്ത് ദിസ്? പ്രോട്ടീൻ എന്ന് പറയുന്നതിന്റെ അതിന്റെ ഫിനാൻഷ്യൽ സൈഡിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് പോവാം. സോ ഞാൻ നിങ്ങളെ ഇന്റലക്ട് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം പരിചയപ്പെടുത്താൻ പോവാണ്. എന്താണ് ഇന്റലക്ട്? എൻസോജനോൾ എന്നാണ് ഈ ഉൽപ്പന്നത്തിന്റെ ശാസ്ത്രീയ നാമം. ഈ എൻസോജനോൾ എന്ന് പറയുന്നത് ന്യൂസിലൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ഫ്രീ ആണ്. ന്യൂസിലൻഡിലെ വളരെ വലിയ വിശാലമായ ശുദ്ധജല തടാകങ്ങളിൽ അമ്പരചുംബിയായിട്ട് വളരുന്ന, അതായത് മാനം മുട്ടെ വളരുന്ന പൈൻ മരങ്ങളുടെ മരത്തൊലിയിൽ നിന്നുള്ള സംസ്കരിച്ചെടുത്ത സാധനം പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് എന്ന് പറയും. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ജീനുകളിൽ എന്താ ഉള്ളത്? ആ മരത്തിന്റെ ആ ഓരോ സെല്ലുകളിലും എന്താ ഉള്ളത്? അമ്പരചുംബിയായിട്ട് വളരാൻ കഴിയുന്ന, ഫുൾ പൊട്ടൻഷ്യലിൽ പോകാൻ കഴിയുന്ന ഒരു വലിയ മരത്തിന്റെ ഒരു ചെറിയ അംശം എല്ലാ ദിവസവും നമ്മളെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രമാത്രം വളർച്ചാ സാധ്യത, അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള, അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന, നമ്മുടെ ജീവിത ദൈർഘ്യം നീട്ടാൻ കഴിയുന്ന, ഞാൻ ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന വാക്കുകളല്ല. നമ്മുടെ ജീവിത ദൈർഘ്യം നീട്ടാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ എത്ര പേരുണ്ട്? ആ മനസ്സിലാക്കിയ ആൾക്കാർ ഇത് ജീവിത ദൈർഘ്യം മാത്രം മാറ്റമല്ല, നമ്മുടെ സ്കിന്നിന്റെ മാറ്റം, നമ്മുടെ മൊത്തത്തിലുള്ള ഉന്മേഷം, നമ്മുടെ ഉത്സാഹം, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. പ്രോട്ടീൻ നമ്മുടെ ജീവിതമാണ് തരുന്നതെങ്കിൽ നമുക്ക് തരുന്നത് എന്താണ്? ആരോഗ്യം തരുകയാണ് ചെയ്യുന്നത്. ആയുസ് തരുന്നത് ആരാണ്? ആയുസ്സും ഊർജ്ജവും തരുന്നത് ഇന്റലക്ട് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ വളരെ വളരെ വ്യക്തമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. അത് അയാൾക്ക് അനുഭവത്തിൽ വരാനായിട്ട് നൂറ്റാണ്ടുകളൊന്നും വേണ്ട. ഒരാഴ്ച ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ആഴ്ച ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈ 2 ഉൽപ്പന്നങ്ങളും അയാളുടെ ജീവിതത്തിൽ നടത്തുന്ന അത്ഭുതങ്ങൾ സ്വയം മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ എൻസോജിനോൾ എന്ന് പറയുന്നത് പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് ആണ്. പൈൻ ബാർക്ക് മരങ്ങൾ ന്യൂസിലൻഡിലെ ശുദ്ധജല തടാകങ്ങളിൽ, പൊല്യൂഷൻ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ്, ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത ഒരു സ്ഥലത്ത് അമ്പരചുംബികളായിട്ട് വളരുന്ന മഹാവൃക്ഷങ്ങള്, പൈൻ മരങ്ങളുടെ ആ കറ എടുത്തിട്ട്, ആ മരത്തൊലി അത് സംസ്കരിച്ച് ചൂടാക്കി അതിനെ ഉണക്കി പൊടിച്ച് ഒരു മാലിന്യവും ഇല്ലാതെ, ഒരു കെമിക്കലും ഇല്ലാതെ അതിനെ അങ്ങനെ തന്നെ ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ അത് വർക്ക് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇറ്റ് വർക്ക്സ് വണ്ടേഴ്സ്. എന്റെയൊക്കെ ഞാൻ ഇട്ടിരുന്നു 1999 ഞാൻ ഇങ്ങനെയായിരുന്നു, 2009 ഞാൻ ഇങ്ങനെയായിരുന്നു, 2019 ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോ ഇട്ടിരുന്നു പണ്ട്. അതിന്റെ കാരണം ഇന്റലക്ട് ആണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും മുഖം സപ്പിളാവും, നമ്മുടെ സ്കിന്നൊക്കെ സപ്പിളായി മാറും, കണ്ണിന്റെ കാഴ്ച കൂടുതൽ മെച്ചപ്പെടും, മൈഗ്രെയിൻ ഉള്ളവർക്ക് മൈഗ്രെയിൻ ഇല്ലാതെയോ, അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ. നമ്മുടെ ഉന്മേഷം അങ്ങേ അറ്റത്തെത്തും. നിങ്ങളൊരു ഇന്റലക്ട് കഴിച്ചിട്ടാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം ഉറക്കം വരുന്നത് കണ്ണിന് ക്ഷീണം വരുമ്പോഴാണ്, കണ്ണടയും, ഇത് ഉറക്കം വരില്ല. അപ്പൊ നമ്മളെ ഫ്രഷ് ആയിട്ട് നിർത്തുന്നത് ഇങ്ങനെ. ഇപ്പൊ ലോങ് ഡ്രൈവ് ഒക്കെ പോകേണ്ട ആളുകൾ ഇന്റലക്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാം. അയാൾക്ക് എത്ര രാത്രി കഴിഞ്ഞാലും അയാൾക്ക് ആ ഉന്മേഷം നിലനിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഡൈനമൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഊർജത്തിന്റെ വേറൊരു രീതിയാണ്. ആറ്റമിക് റിയാക്ടർ പ്രവർത്തിച്ച പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആരോഗ്യവും ആയുസ്സും
നിങ്ങൾക്ക് തരുന്ന ഒരു വലിയ സപ്പോർട്ടാണ് എൻസോജനോൾ. ഇനി അതിന്റെ ചില ശാസ്ത്രീയമായ കാര്യങ്ങൾ ചില സ്ഥലത്ത് ഞാൻ ഓടിക്കാം കുറച്ച്, കാരണം വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെയിൽസ്മാൻഷിപ്പ് ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ ശാസ്ത്രീയ അടിത്തറ എന്താണ്. ഈ രണ്ട് വീഡിയോ ഉണ്ട്. ആ 2 വീഡിയോ നിങ്ങൾ കാണാനായിട്ട് തയ്യാറാവണം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടാവും. ഞാൻ ഈ മലയാളത്തിൽ പറയുന്നത് നിങ്ങൾക്കത് അരോചകമാവുന്നുണ്ടോ അതോ നിങ്ങൾക്കത് സപ്പോർട്ടിങ് ആവുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു തമ്പ് തരൂ, അല്ലെങ്കിൽ ഞാൻ നിർത്തണമെങ്കിൽ ഞാൻ നിർത്തുകയും ചെയ്യാം. ഞാൻ സംസാരിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് പേർക്ക് അത് സുഖമാവുന്നുണ്ട്. നിങ്ങൾക്കത് ഗുണകരമാവുന്നുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ശരി. നമുക്കൊരു വീഡിയോ കാണാം. Enzo Nutraceuticals has researched the properties and health benefits of enzogenol for the past 10 years, in collaboration with several laboratories and clinical scientists. Several studies have been published in the peer-reviewed scientific literature demonstrating a number of health-promoting effects of enzogenol. Canterbury University scientists have shown that enzogenol has higher antioxidant. നോക്കൂ, ഞാൻ ഒരു റിസർച്ച് സ്കോളർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത്, നമ്മളിപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പഠിക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത് എൽസെവിയർ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നില്ല ഇവിടെ. ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജേണലാണ്. ഈ ജേണലിൽ ഒരു പബ്ലിക്കേഷൻ വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ ജേണലിൽ വന്ന ഒരു പബ്ലിക്കേഷന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആന്റി ഓക്സിഡന്റ് ആണ് എൻസോജനോൾ എന്നുള്ളത്. ഈ എൻസോജനോളിന്റെ ആന്റി ഓക്സിഡന്റിന്റെ പവർ എന്താണെന്ന് ഇപ്പൊ പറയും. എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ. ഒരു ആപ്പിൾ കട്ട് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അത് കറുത്തിരിക്കും. നമ്മളൊരു ബ്രെഡ് കട്ട് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അത് പൂപ്പല് പിടിക്കുന്നതൊക്കെ എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ഓക്സിഡേഷൻ നടക്കുന്നതാണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് കത്തൽ, ജ്വലനം എന്നൊക്കെ പറയും. കത്തുമ്പോ കരി പിടിക്കുമല്ലോ, കത്തുന്ന എല്ലാത്തിനും കരി പിടിക്കും. അപ്പൊ നമ്മുടെ ശരീരം ഒരു ഫാക്ടറിയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കത്തും. ആ കത്തുന്നതിന് കരി പിടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കോശങ്ങളിലും നമ്മുടെ എല്ലായിടത്തും കരി പിടിക്കുന്നത് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന്റെ കുറവിനും അതുപോലെ തന്നെ നമ്മുടെ കാര്യക്ഷമമായ പ്രവർത്തിക്കൊക്കെ, അതായത് നമ്മുടെ അടുപ്പിൽ വെച്ച കലം കരി പിടിക്കുന്ന പോലെ, അത് നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോഴാണ് പിന്നെയും തിളങ്ങുന്നതെന്ന് പറയുന്ന പോലെ, അത്തരത്തിലുള്ള തിളക്കം കൊണ്ടുവരാൻ, ആ കരി കളയാനായിട്ടുള്ള സാധനങ്ങളെയാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ഈ ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ യൗവനം തിരിച്ചു കിട്ടുന്നു മാത്രമല്ല, നമ്മുടെ ഒരു ഫ്രഷ്നെസ് വരും. നമ്മുടെ മുഖത്തെ കറുപ്പ പാടുകൾ ഉൾപ്പെടെ മൊത്തം മാറിയിട്ട് നമ്മുടെ നവയൗവനം നിലനിർത്തുക, നമ്മുടെ ആരോഗ്യവും ഓജസ്സും തേജസ്സും നിലനിർത്താനായിട്ട് ആന്റി ഓക്സിഡന്റ്സിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, വൈറ്റമിൻ സി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അങ്ങനെ പല നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിന് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ വെള്ളം കുടിച്ചാൽ പോലെ തന്നെ ആന്റി ഓക്സിഡന്റ്, എല്ലാത്തിനും ഒരു ചെറിയ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റിൽ ഒന്നാണ് ഈ പറയുന്ന എൻസോജനോൾ എന്ന് ഞാനല്ല പറയുന്നത്, എൽസെവിയർ ആണ് പറയുന്നത്. അതായത് നമ്മൾ വെറുതെ മോദി കെയർ പറയല്ല ചെയ്യുന്നത്, മോദി കെയറിലെ ആളുകൾ പറയല്ല ചെയ്യുന്നത്. ഇത്രയും സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എൽസെവിയർ എന്ന് പറയുന്ന ഒരു ജേണലിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. Activity compared to several other extracts, including those from grapeseed and other pine barks. നോക്കൂ, ഗ്രേപ്പ് സീഡിനേക്കാൾ മികച്ചതെന്നാണ്. ഈ ഗ്രേപ്പ് സീഡിനേക്കാൾ മികച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പല കോമ്പറ്റീറ്റർ ബ്രാൻഡുകളും പല കമ്പനികളും ഇന്ന് മാർക്കറ്റിലുള്ളത് ആസായി ബെറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആന്റി ഓക്സിഡന്റ് കാര്യമാണ് പറയുന്നത്. ആസായി ബെറി എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, ഒരു ഗ്രേപ്പ് സീഡാണ്. ഈ പറയുന്ന ഒരു സീഡാണത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള സീഡുകളെക്കാളൊക്കെ വിത്തുകൾ വഴിയോ അല്ലെങ്കിൽ ഗ്രേപ്പിന്റെ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിയുടെ ഇത് സത്തതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, കാരണം പല കമ്പനികളും വളരെ വലിയ വില ചാർജ് ചെയ്തുകൊണ്ട് ജ്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും ഗ്രേപ്പ് ജ്യൂസ് പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കമ്പനികളുടെ പേര് പറയുന്നില്ല. അപ്പൊ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു നിൽക്കാൻ വളരെ ശാസ്ത്രീയ അടിത്തറയിൽ തന്നെ നമുക്ക് പറയാം, അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് നമ്മുടെ enzogenol. First clinical study showed that enzogenol provides effective protection from oxidative stress, reducing protein oxidation and DNA damage in the body. This clinical study also showed benefits for the cardiovascular system, demonstrating healthier blood flow and reduced blood pressure. ബിപിയും കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്, പ്രഷർ കുറയ്ക്കാൻ വളരെ നല്ലതാണെന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. In a study on smokers, enzogenol was able to reduce inflammation and oxidative stress after only 6 weeks of treatment. വെറും 6 ആഴ്ച കൊണ്ട് സ്മോക്കേഴ്സില് വലി ഉള്ള പുകവലിക്കാരിൽ വെറും 6 ആഴ്ച കൊണ്ട് തന്നെ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ എൻസോജനോളിന് കഴിഞ്ഞിട്ടുണ്ട്. A study in the US has shown
how high doses of enzogenol can reduce the severity and frequency of migraine headaches. തലവേദന അതുപോലെ തന്നെ മൈഗ്രെയിൻ തുടങ്ങിയതിന്റെ തീവ്രത കുറയ്ക്കാനും അതിന്റെ ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു, ഇപ്പൊ കാലങ്ങളായിട്ടില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാനായിട്ട് എൻസോജനോളിന് കഴിയുന്നുണ്ട്. And in the most recent clinical study, enzogenol improved cognitive performance. കോഗ്നിറ്റീവ് പെർഫോമൻസ് കൂട്ടാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാക്കി മാറ്റിക്കൊണ്ട് നല്ല ഓർമ്മ, അതുപോലെ തന്നെ ശ്രദ്ധ, അതുപോലെ തന്നെ ഫോക്കസ്, കോൺസെൻട്രേഷൻ കൊടുക്കുന്നു, അറ്റൻഷൻ കൊടുക്കുന്നു, മെമ്മറി പ്രോസസ്, ഓർമ്മ കുറവിന് എല്ലാത്തിനും വലിയ രീതിയിലുള്ള മാറ്റം എൻസോജനോൾ വഴി including memory processing, attention, and concentration after only 5 weeks of treatment. വെറും 5 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ പരം, ഒരു മാസം ഒരു ആഴ്ച, 5 ആഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പൊ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് സ്ഥിരമായി അത് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കാനും ഇതാണ് കൂടുതൽ പ്രയോജനപരം. I would now like to show you some of this scientific evidence in more detail. One of the critically important activities of enzogenol is its antioxidant activity. The power of enzogenol as an antioxidant has been shown in several investigations. Researchers from Canterbury University compared enzogenol to several other antioxidant vitamins and plant extracts. This study showed that enzogenol has much stronger antioxidant activity than vitamin C or catechin or maritime pine bark extract. നോക്കൂ എത്ര ഉയരെയാണ് വൈറ്റമിൻ സിയുടെ ഇമ്പാക്ട്. ഇപ്പൊ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കുന്നു, ഇപ്പൊ നമ്മുടെ തന്നെ വൈറ്റമിൻ സി ഉള്ള ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുകയാണ്, നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നു, അതുവഴി ഉണ്ടാകുന്ന ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയേക്കാൾ എത്രയോ ഉയരെയാണ് എൻസോജനോളിന്റെ പ്രോപ്പർട്ടി എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത്ര ഇമ്പാക്ട് ആണ്. ഇതാണ് സ്റ്റഡീസിന്റെ ഒരു ഗുണം. ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റഡീസിന്റെ അടിസ്ഥാനം ഇതാണ്. This type of in vitro testing is carried out in a test tube. To be sure that enzogenol actually works in our body, one needs to look at the health effects in actual people. This is done in so-called clinical trials. In a clinical trial at the Christchurch Hospital in New Zealand, the Lipid and Diabetes Research Group investigated whether enzogenol can reduce oxidation in people. There were 25 people in the study taking enzogenol for 12 weeks. Blood was taken from people before and after 12 weeks on enzogenol. The blood was analyzed for DNA damage using the COMET assay. This test can distinguish between healthy cells with intact DNA and damaged cells with broken DNA. The results of this study, published in Nutrition Research, showed that enzogenol significantly improved people's oxidation status. In this graph, you can see how the DNA damage was reduced significantly in 19 of the 25 people, from the first test at baseline to the second test after taking enzogenol for 12 weeks. വെറും 12 ആഴ്ച കൊണ്ട് DNA ഡാമേജ് പോലും പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. This means that enzogenol reduced oxidation systemically in the whole body, resulting in a lower level of overall oxidation, which means healthier cells, healthier organs, and a healthier body. അതായത് നല്ല ക്ലീൻ ആയിട്ട് നമ്മളൊരു ക്ലെൻസിങ് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? പഴയ ഒരു പൈപ്പിനെ എടുത്ത് നമ്മളതിനെ സിമെന്റ് അതിനെ നമ്മളൊന്ന് മറ്റേ പേപ്പർ ഇട്ടൊക്കെ ഒന്ന് ഉരച്ച് കളഞ്ഞ് അതിനെ ശരിക്കും സിൽവർ കോട്ടിംഗ് ഒക്കെ നടത്തിയാൽ പുതിയതാക്കി എങ്ങനെ ഉണ്ടാവും? അതുപോലെ നമ്മുടെ ഓർഗൻസ് മുഴുവൻ, നമ്മുടെ എല്ലാ അവയവങ്ങളും വളരെ ഫ്രഷ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. നമുക്ക് ആ കത്തല് കുറയും. അതായത് കത്തിത്തീരുന്ന ജീവിതത്തെ അത് കുറയ്ക്കും. അതിന്റെ ഇഫക്റ്റ് കുറച്ചുകൊണ്ട് അതിനെ റീജുവനേറ്റ് ചെയ്ത് കുറക്കാലം കൂടി നന്നായിട്ട് ഓടാൻ പാകത്തിന് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. In 2 clinical trials on cardiovascular health at Christchurch Hospital, scientists investigated if enzogenol could improve blood circulation and inflammation. These studies tested several parameters, including endothelial function, a measure for the elasticity of blood vessels, plasma viscosity, a measure for the thickness of the blood plasma,
fibrinogen levels, a measure of systemic inflammation, and blood pressure, indicating the overall state of cardiovascular health. The results from these trials showed that endothelial function improved by up to 20% and plasma viscosity improved by 4%. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? അതായത് മനസ്സിലാക്കൂ, ഈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പശപശപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോ ഒരു വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ, അതിന്റെ കൊഴുപ്പ് കൂടുതലാണെങ്കിൽ ഈ രക്തം പോകുമ്പോ ഈ രക്തഭിത്തികളിൽ അത് ഒട്ടാനുള്ള സാധ്യതയും അങ്ങനെ ആ രക്തക്കുഴലിന്റെ വലിപ്പം കുറയാനും പിന്നീട് അത് ഹാർട്ട് അറ്റാക്കിലേക്ക് വരാനും ഈ ഒട്ടിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഈ അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അതെറോമ എന്ന് പറയാം ആദ്യം. അതായത് ഒട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ കാണണം, അതിങ്ങനെ ഒരു രക്തക്കുഴലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിന് പശപശപ്പ് കൂടുതലുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ആ ഭിത്തികളിൽ ഒട്ടുകയും അത് അവിടെ ഒരു ചെറിയൊരു ഫോർമേഷൻ ഉണ്ടാക്കും. കുറച്ച് കഴിയുമ്പോൾ അത് തിക്കനായിട്ട് വരും. അതിനെയാണ് സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അതെറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ആ കൂട്ടലിനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അതിന്റെ ആ സെന്റർ കുറഞ്ഞു കുറഞ്ഞു വരും, രക്തം ഒഴുകുന്ന ആ പാർട്ട് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം അതിന്റെ ഭിത്തി കട്ടി കൂടി, അതിന്റെ ഉള്ളിലൂടെ ഉള്ള രക്തചംക്രമണം സുഗമമാവില്ല. അതേസമയം വിസ്കോസിറ്റി കുറഞ്ഞു കിട്ടിയാലോ, നല്ല സ്മൂത്ത് ആയാലോ ബ്ലഡ് ഫ്ലോ, ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല എല്ലാ കോശങ്ങളിലേക്കും രക്തചംക്രമണം കൃത്യമായിട്ട് എത്തും, ഓക്സിജൻ എത്തും, ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും, ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. രക്തക്കുഴലുകൾ എല്ലായിടത്തേക്കും പോവാണല്ലോ. അപ്പൊ ആ രക്തക്കുഴലുകളുടെ ആ എലാസ്റ്റിസിറ്റിയും ബെറ്റർ ആവും. ഈ രക്തം ആളുകളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഓരോ അവയവങ്ങളിലേക്ക് എത്തുന്നതിന്റെ ആ അളവും കൂടും. ഇതാണ് ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഇമ്പാക്ട്. അപ്പൊ ആ ഫൈബ്രിനോജൻ ലെവലിൽ, അതായത് ആ കട്ടി പിടിക്കുന്നതിന്റെ സാധ്യതയെ വളരെ കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന നമ്മുടെ എൻസോജനോളിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക എന്തെല്ലാം സ്ഥലത്താണ് ഇതിന്റെ ഇഫക്ട് വരുന്നത്. വെറുതെ പറയുന്നത് ഇത്രയും സ്റ്റഡീസ് ഉണ്ട്, അതും 12 ആഴ്ച കൊണ്ടൊക്കെയുള്ള റിസൾട്ടാണ്. 12 കൊല്ലം എടുത്തിട്ടല്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ ഉൽപ്പന്നമാണ്. Fibrinogen levels were significantly reduced in heavy smokers taking the enzogenol compared to those taking placebo. Blood pressure was measured in the cardiovascular and the brain function trials. The results from these studies showed that systolic blood pressure was reduced by up to 7 millimeters. In summary, these നോക്കൂ, എന്താണ് ഇപ്പൊ നമ്മൾ കേട്ടത്? ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രയും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതാണ് അർത്ഥം. കാരണം പ്രഷർ എന്ന് പറയുന്നത് കില്ലറാണ്. ടെൻഷൻ വരുമ്പോൾ പ്രഷർ കൂടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതിന്റെ ഹാർട്ടിന്റെ ഇത് കുറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ ലോഡ് കുറയ്ക്കാനായിട്ട് ഈ പ്രൊഡക്റ്റിന് കഴിയുന്നു എന്നുള്ളതാണ്. അത് പുഷ് ചെയ്യാണ്. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഹാർട്ട് പുഷ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് സിസ്റ്റോളിക് എന്ന് പറയുന്നത്. ഹാർട്ടിലേക്ക് വരുന്നതിനാണ് ഡയസ്റ്റോളിക് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റോളിക് പ്രഷറിൽ വളരെ വ്യതിയാനം വരുത്താനായിട്ട് ഈ പറയുന്നതിന് കഴിയുന്നു പറയുമ്പോൾ വളരെ നോർമൽ ആക്കാൻ, പ്രഷറിന്റെ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഇതിന് സാധിക്കുന്നു. ശരീരത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് ഇത്രമാത്രം കോൺട്രിബ്യൂഷൻ അത് തരുന്നു. Clinical trials showed that enzogenol can improve blood circulation and the health of your blood vessels. Enzogenol can also reduce inflammation in the body and lead to a reduction in blood pressure. In our most recent clinical study at Swinburne University in Melbourne, researchers of the Brain Sciences Institute investigated the effects of enzogenol on brain function. In this study, 42 participants took either enzogenol or a placebo for 5 weeks, and the scientists measured changes in cognitive performance and brain activities. The study was published in Phytotherapy Research in 2008. The results from this study showed that the participants taking enzogenol improved significantly over the placebo group, with a reduction in response times on particular memory tasks. ആലോചിച്ച് നോക്കൂ, ഇത് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ 42 പേരെ എടുക്കുന്നു. അതിൽ പകുതി ആളുകളെ എൻസോജനോൾ കൊടുക്കുന്നു, പകുതി ആളുകൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. അതിനെയാണ് ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി. ആർക്കാ കൊടുത്തതെന്നോ ആരാ കൊടുക്കാത്തതെന്നോ ആർക്കും അറിയില്ല. ഒരാൾക്ക് കിട്ടുന്നത് ഡമ്മി ആയിരിക്കും, വെറും ഒരു ക്യാപ്സൂൾ മാത്രമായിരിക്കും. അതിനകത്ത് വെറും ജെലാറ്റിൻ മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഒരു ഗുണമില്ല. നമ്മൾ ചോറ് കഴിക്കണ പോലെ, അരി കഴിക്കണ പോലെ ഉള്ളൂ.
മറ്റവർക്ക് ശരിക്കും എൻസോജിനോൾ കൊടുക്കും. എന്നിട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കും. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ കോഗ്നിറ്റീവ് ടൈം, അതിന്റെ ഇംപ്രൂവ്മെന്റ്സും അതിന്റെ ഓർമ്മ ശക്തിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത്, പെട്ടെന്നുള്ള റെസ്പോൺസ്. ഇതൊക്കെ ഈ പറയുന്ന ആളുകളിൽ വളരെ മുൻപിലാണ് എന്ന് കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബ്രെയിൻ ഫംഗ്ഷനെ ഇത് ഇമ്പാക്ട് ചെയ്യുന്നതും വളരെ വലിയ രീതിയിലാണ്. This improvement was equivalent to a reduction in brain age by up to 12 years, or with other words, the normal decline of response time that happens when we get older was reversed by up to 12 years after only 5 weeks of ensogenol. 5 ആഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിൻ ഏജിനെ 12 വർഷം പുറകോട്ട് എടുക്കാനായിട്ട് ഇതിന് കഴിയുമെന്നാണ് പറയുന്നത്. അതായത് 5 ആഴ്ച നിങ്ങൾ ഉപയോഗിച്ചാൽ 60 വയസ്സുള്ള ഒരാൾക്ക് 48 വയസ്സുകാരന്റെ ബ്രെയിൻ പെർഫോമൻസിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഞാനൊരു പരിഭാഷകൻ മാത്രമാണ്. The brain activity measurements in this study showed that ensogenol had a calming effect on the brain that led to increased concentration and better attention on the cognitive tasks, which explains why the participants on ensogenol performed so much better than the placebo controls. To summarize the findings of the clinical trials that I showed you, ensogenol has been shown to reduce oxidation in the body, to improve blood circulation and cardiovascular health, to reduce chronic inflammation, and to improve brain function. ആലോചിച്ച് നോക്ക്, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാ മനസ്സിലാക്കുന്നത്? ഒന്ന്, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ശരീരത്തിന്റെ കത്തല് അല്ലെങ്കിൽ അവയവങ്ങൾ കത്തി അത് കരി പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇത് കുറയുന്ന, നമ്മുടെ പെർഫോമൻസ് കുറയുന്ന ഒരു അവസ്ഥയിൽ അത് മാറ്റിയിട്ട് വളരെ ഫ്രഷ് ആയിട്ട് നമ്മളെ റീജുവിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിനാണ് ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന ഓക്സിഡേഷൻ, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അത് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്റെ മേന്മ ഇംപ്രൂവ് ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുവരുന്നു. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നീര്, നമ്മൾ ചുമന്ന് തടിക്കല്, വേദന, നീര് ഇല്ലാത്തതിനെയും കൂടി പറയുന്ന പേരാണ് ഇൻഫ്ലമേഷൻ. അപ്പൊ ആ അത്തരത്തിലുള്ള അവസ്ഥകളെ അത് കുറയ്ക്കുന്നു. കൂടാതെ ബ്രെയിൻ ഫംഗ്ഷൻ അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് എൻസോജിനോളിന്റെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ആരോഗ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഒക്കെ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എൻസോജിനോൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട എൻസോജിനോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആയുർദൈർഘ്യം കൂട്ടുന്ന എൻസോജിനോൾ, അതാണ് ലോഞ്ചിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. Ensogenol and longevity. What is the connection? This short video will explain the research on the anti-aging properties of ensogenol. Enso Nutraceuticals, the company producing the ensogenol, has carried out a longevity trial in mice. വെള്ളലികളിലാണ് മിക്കവാറും പഠനങ്ങൾ നടക്കാറ്. കാരണം നമ്മുടെ പഠനങ്ങൾ മുഴുവൻ നടക്കുന്നത് വെള്ളലികളിലാണ്. കാരണം നമ്മുടെ DNA, മനുഷ്യന്റെ DNA വെള്ളലികളുടെ DNA തമ്മിൽ വളരെ സാമ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രയലുകളെല്ലാം വെള്ളലികളിൽ നടത്തിയതിനു ശേഷം പ്രയോജനകരമാണെങ്കിൽ അത് മനുഷ്യനിലേക്കും അത് ട്രാൻസ്ലേറ്റഡ് ആവും എന്നുള്ള ഒരു ബോധ്യത്തിലാണ് എപ്പോഴും ട്രയലുകൾ നടത്തുന്നത് ആദ്യം വെള്ളലികളിൽ നടത്തുന്നത്. അതുപോലെ ഇവിടെ രണ്ട് എലികളെ നമുക്ക് കാണാം. ഒന്നിനെ നമ്മൾ എൻസോജിനോൾ കൊടുക്കുന്നു, മറ്റതിന് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ 52 ആഴ്ചത്തെ ഈ രണ്ട് എലികളിലുള്ള മാറ്റങ്ങളാണ്, മരണം വരെയുള്ള ആ മാറ്റങ്ങളാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. 24 treated mice, 24 എണ്ണം ഉണ്ട്. Were fed ensogenol every day in their drinking water, whereas a corresponding control group of 24 mice did not receive any ensogenol. These 48 mice were already 52 weeks of age at the beginning of the trial. തുടങ്ങുമ്പോൾ തന്നെ 52 ആഴ്ചത്തെ പ്രായമുള്ള എലികളെയാണ് ഈ ഒരു പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. 52 ആഴ്ച പ്രായമുള്ള
എലികളെയാണ് ഇതിനെ ഉപയോഗിച്ചത്. Objective in choosing older mice for this trial was to investigate whether enzogenol would still have a beneficial effect on the lifespan. The 2 mice you can see running around here were filmed at the very end of the trial. These 2 mice are actually the 2 longest survivors from the enzogenol treated and from the control group. ഈ 24 എലികൾ ഉണ്ടായിരുന്ന പല എലികളും കഴിഞ്ഞു. അവസാനം അവശേഷിച്ച ഏറ്റവും അവസാനത്തെ 2 എണ്ണമാണ്. അത് ഒന്ന് എൻസോജനോൾ കിട്ടുന്ന ഒന്ന്, മറ്റൊന്ന് എൻസോജനോൾ ഇല്ലാത്ത ഒന്ന്. ഇപ്പൊ എൻസോജനോൾ ഇല്ലാത്തതാണ് ഈ മുകളിൽ നിൽക്കുന്ന കൺട്രോളിലുള്ളത്, ട്രീറ്റഡ് ആണ് ഇപ്പുറത്തുള്ളത്. ഇപ്പൊ മറ്റവൻ വളരെയധികം ക്ഷീണിതനാണ്, എല്ലാം കഴിഞ്ഞ ഒളിക്കോ എല്ലാ തരത്തിലുള്ള ആക്ഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇവിടെ പറന്ന് നടക്കുന്നത് കാണാൻ വേണ്ടി. Now let's have a look at the results of the trial. This graph shows the survival curves for the enzogenol treated mice in green and the controls in red. Both curves start with 100% of the mice alive, which means 100% are survivors. Then over the course of the trial, വളരെ the curves വ്യക്തമായ move down to മാറ്റം കാണാം. 0% ആയുസ്സിനകത്ത് survivors, ഈ with the എൻസോജനോള് population slowly സ്വീകരിച്ച declining in എലികളിൽ numbers എല്ലാം as the mice ആയുർദൈർഘ്യം age. കൂടുതലായിരുന്നു. മറ്റേ ടീമിനേക്കാൾ ഇതിനകത്ത് Let me എല്ലാവരും explain കൂടുതൽ this a കാലം bit ജീവിച്ചു more. എന്നുള്ളതാണ്. This type of graph is called a Kaplan-Meier plot, and it typically shows a survival curve for a control group that was untreated and a treated group. Whatever the treatment was that has been investigated, the aim of the treatment would be to make the population of treated individuals live longer. And this would shift the survival curve up to the top right corner of the plot. The more individuals survive for longer in the treated population, the further the survival curve shifts up to the top right corner. ഉപയോഗിക്കും തോറും ഇത് കൂടുതൽ ഉപയോഗിക്കും തോറും ഇതിന്റെ സർവൈവൽ റേറ്റ് കൂടി 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 വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവർ തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ കൂടുതലായിട്ട് കാണാം. ഇത് ഉപയോഗിക്കുന്നതിന്റെ ആ കാലഘട്ടം കൂടുന്തോറും ഈ ഇവരുടെ ജീവിച്ച ആ കാലയളവ് വളരെ കൂടുതലാണ്. ആയുർദൈർഘ്യം കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So what is important at the end of the trial is the difference in the curves of the treated to the control group. When we now look back at the enzogenol trial results, we can see that the population of enzogenol mice did survive considerably longer than the controls. Overall, the difference meant that there was an 18.4% increase in the mean lifespan of the mice that were. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സ്റ്റഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇതാണ് വെള്ളലികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ തെളിയിച്ചത് ഒരു ജീവിത ദൈർഘ്യം 18.4% കൂട്ടാൻ എൻസോജനോളിന് കഴിയുന്നു. ഈ ഒരു കാര്യം നേരെ ഹ്യൂമൻ ട്രയലിലും അത് തന്നെ റിസൾട്ട് തന്നു എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ 18.4 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20% അടുത്തെത്തി. അപ്പൊ 100 വയസ്സ് വരെ ജീവിക്കേണ്ട ആള് 120 വയസ്സ് വരെ ജീവിക്കുന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാള് അതിന്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 16 അല്ലെ? അപ്പൊ 80 വരെ ജീവിക്കേണ്ട ഒരാള് 96 എത്താൻ ഈ എൻസോജനോൾ മതി എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു 18.4% ഇൻക്രീസ് എന്ന് പറയുന്നത് വെറും നമ്പറിന്റെ കളിയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ കാര്യമാണ്, വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. So what does this mean for us? Currently, the average life expectancy in New Zealand is 81 years for women and 76 years for men. If the data from the mice is directly transferred to humans, which of course has scientific limitations since mice are a different species, but nevertheless. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ആവറേജ് 81 വയസ്സ് വരെ സ്ത്രീകളും 76 വയസ്സ് വരെ പുരുഷന്മാരും ജീവിക്കുന്ന, ഇതിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂസിലൻഡുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും ഉണ്ടാവാൻ പോകുന്നത്, ഇന്ത്യയിലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. നേരത്തെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസിയെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് മുമ്പ് ഈ ഒരു സെഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു 18% ഇംപ്രൂവ്മെന്റ് ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എത്ര വലിയൊരു കാര്യമാണത്. ഒരു ദിവസം ജീവിതം കൂട്ടിക്കൊടുക്കുന്നതിന് കോടികൾ രൂപ കൊടുക്കാൻ കഴിയാൻ ആൾക്കാർ തയ്യാറാണ്, അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട്, ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും, അല്ലെ? If we assume that the benefits of enzogenol are the same in humans,
and we were to take the endogenol as diligently as the mice did, our life expectancy would increase from 81 to 96 years for women and from 76 to 90 years for men. 96 But the വയസ്സും 90 extension in വയസ്സും mean ആക്കാൻ മാറ്റം പറ്റും. lifespan was not the only positive finding in this trial. There was also a clear improvement in the mice' general health and mobility. In this ആയുസ് mouse മാത്രമല്ല, video that I അവരുടെ showed you ആരോഗ്യവും part of at നോക്കൂ. the beginning, ആയുസ് you കുറെ can കാലം see the നിന്നൊന്നല്ല, two longest മൊത്തത്തിലുള്ള survivors from റെസ്പോൺസ് the റേറ്റും control group ഈ and the ഈ exogenol ഒരു treated ആദ്യത്തെ group. എലി മുകളിലേക്കൊന്നും കയറുന്നില്ല. If കണ്ടോ, you ഇതിന്റെ watch them ചുറ്റും കിടന്ന് carefully, you കളിക്കുമ്പോ will notice ഇവൻ the മുകളിലേക്ക് difference കയറുന്നു, in fur condition എല്ലാ കളികളും and കളിക്കുന്നു, agility of these എല്ലാ mice. ഇയാളുടെ എല്ലാ സ്ട്രോക്കും അതിന് കിട്ടുന്നുണ്ട്. Towards the end of this ഇത് ഇതിന്റെ trial, it മുകളിൽ was കൂടെ പോലും very കയറുന്നില്ല, obvious അതിങ്ങനെ that the സൈഡിലൂടെ exogenol അനങ്ങി mice അനങ്ങി had നടക്കുന്നത് much മാത്രമേ ഉള്ളൂ. better അപ്പം fur coats. ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ The fur ഉപരിയായിട്ട് was in എത്ര much better ആക്റ്റീവായിട്ടാണ് condition than that of ഇത് the കഴിക്കുന്ന controls, ഒരാളും which കഴിക്കാത്ത showed ഒരാളും തമ്മിൽ frequent ഉണ്ടാകുന്ന hair ആലോചിച്ചു. loss and bold Active and life. discolored patches. ഒരു രോഗാതുരനായിട്ട് Another 100 വയസ്സ് വരെ obvious ജീവിക്കുന്നതല്ല, difference that you can വളരെ see also in this ആക്ടിവിറ്റിയോടുകൂടി video was the ആക്ഷനോടുകൂടി. അതായത് mobility നോക്കൂ, ഇത് of the എത്ര exogenol mice. The controls നിങ്ങൾക്ക് towards കാണാം. the end of their lives were increasingly lame. They did not climb അപ്പൊ മരണം anymore, വരെ and they did not explore the ആയുസ് obstacles കൂട്ടുക that എന്നുള്ളത് were മാത്രമല്ല, placed 100 around വയസ്സ് them. വരെ 18-കാരനെ പോലെ In ജീവിക്കാൻ, അല്ലെങ്കിൽ contrast, the 18-കാരിയെ പോലെ exogenol mice were much ജീവിക്കാനായിട്ടുള്ള more അവസരം active, കൂടിയാണ് കിട്ടുന്നതെന്ന് ഓർക്കുമ്പോൾ exploring their ഇതിന്റെ ഒരു surroundings, climbing വാല്യൂ onto ഫോർ the മണി എന്ന് cage, പറയുന്നത് and നിങ്ങൾക്ക് even ചിന്തിക്കാൻ using a പറ്റില്ല. spinning wheel. നിങ്ങൾക്ക് ഒരിക്കലും പണം കൊണ്ട് So, അളക്കാൻ let കഴിയാത്ത me രീതിയിലുള്ള ഒരു summarize what we have learned from this ഓപ്പർച്യൂണിറ്റിയാണ്. trial. The trial results have shown that mice being fed the enzogenol even when started well into their adult life stay much healthier into their old age. Their appearance is much healthier with younger looking fur and their overall strength is better വളരെ preserved, ചെറുപ്പക്കാരനെ resulting in പോലെ much ചെറുപ്പക്കാരിയെ greater പോലെ mobility. കാണിക്കും. അത് നമ്മുടെ This അപ്പിയറൻസ് improved health എങ്ങനായിരിക്കും, does ultimately നല്ല result ശക്തിയോടുകൂടി, in an increased മൊബിലിറ്റിയോടുകൂടി, life expectancy of ഊർജ്ജസ്വലതയോടുകൂടി, ആക്റ്റീവായിട്ടുള്ള ഒരു 18.4%, ജീവിതം, which ലോങ്ങർ in ലൈഫ് humans വിത്ത് would എൻസോജനോൾ equal എന്നുള്ളതാണ്. 14 അല്ലെങ്കിൽ to 15 ലോങ്ങർ ലൈഫ് years. വിത്ത് ഇന്റലക്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ Thank you very much for watching this video. ഇനി നമുക്ക് പ്രോട്ടീൻ ആൻഡ് ഇന്റലക്ട് നമ്മുടെ കമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. നേരത്തെ നമ്മൾ കണ്ടതാണ്. Hi, I am Dr. Shruti Khaneja. I would like to introduce one more product, that is the intellect. जैसे जैसे हमारी उम्र बढ़ती जाती है, हमारी याददाश्त कमज़ोर होती जाती है. We have a major memory loss. हमें पुरानी बातें याद नहीं रहती. So this product is basically an anti-aging product which also contains antioxidants. It improves our immune system as well, and it improves our circulatory system as well. ये हमारी ब्रेन की हेल्थ को बहुत अच्छा करता है, हमारी ओवरऑल बॉडी हेल्थ भी इससे इम्प्रूव होती है. सो आई वुड रिकमेंड दैट मिडिल एज लोग जो हैं वो इसको अपनी डेली रूटीन में लें और अपना बॉडी हेल्थ इससे इम्प्रूव करें. मोदी केयर हैज़ अ वेरी वाइड range of wellness supplements which I would recommend that everyone should take as per their requirement, and all these products are very safe to use. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ? പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. കടലാസം പേനയുണ്ടെന്ന് കരുതുന്നു. ദിവസവും പ്രോട്ടീൻ പൗഡറും ഇന്റലക്റ്റും 60 രൂപയ്ക്ക് കിട്ടിയാലോ നിങ്ങൾ കഴിക്കോ? രണ്ടും 60 രൂപയ്ക്ക് പ്രോട്ടീനും ഇന്റലക്റ്റും റെഡിയാണല്ലോ? നിങ്ങള് മോദി കെയറിന് പ്ലാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കാം. മോദി കെയർ ബിസിനസ് ഒന്നുമില്ല. മോദി കെയറിന് 2 ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എവിടെന്നോ. 60 രൂപയ്ക്ക് ഈ രണ്ടും കിട്ടുമെങ്കിൽ നിങ്ങൾ കഴിക്കുമോ ഡെയിലി? ഇന്നൊരു പെട്രോളിന് 1 ലിറ്റർ പെട്രോളിന് 100 കടന്നു. ഇന്നൊരു മസാല ദോശ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ കൊടുക്കേണ്ടി വരും. നല്ലൊരു ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കണമെങ്കിൽ. എങ്ങനെയാണ് 60 രൂപ എന്ന് പറയാൻ പോവാണ്. നിങ്ങള് ഒരു 16% ഇവിടെ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു 16% കാൽക്കുലേഷനിലാണ്. കാരണം അക്യുമുലേറ്റ് ചെയ്ത് നാളിന്നേ വരെ എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് 1 ലക്ഷത്തിന്റെ ബിസിനസ് ഉള്ള ഒരാള് ഇവിടെ 16%. നിങ്ങൾ ഡയറക്ടർ ഒന്നും ഞാൻ വിളിക്കണില്ല, ഒന്നും വിളിക്കണില്ല. നിങ്ങൾ ക്വാളിഫിക്കേഷൻ വേണ്ട, ഒന്നും വേണ്ട. അക്യുമുലേറ്റ് ചെയ്ത് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ച് ഒരു ദിവസം നിങ്ങൾ 16 ആവും. ശരിയാണല്ലോ? ഒരാളെ ചേർത്തിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ ഞാൻ അതിൽ നിന്നിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. എഴുതിക്കോളൂ, എങ്ങനെയാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ആൾ പ്ലാൻ പ്രോട്ടീൻ നമ്മള്
വാങ്ങിക്കുന്നത്, നിങ്ങൾ വാങ്ങിക്കുന്നത് 1824 രൂപയ്ക്കാണ്. 1824 രൂപയ്ക്ക്. അതിന്റെ MRP 2189 രൂപയാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് 1094.4 BV അല്ലെങ്കിൽ 40.53 PV. നിങ്ങൾക്ക് 2 പ്രോട്ടീൻ പൗഡർ വേണ്ടി വരും ഒരു മാസത്തേക്ക്. കാരണം 30 ഗ്രാമെങ്കിലും ഡെയിലി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ 2 പ്രോട്ടീൻ പൗഡറുകൾ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും ഒരു മാസത്തേക്ക്. അതായത് 1 കിലോ പ്രോട്ടീൻ പൗഡർ. അപ്പൊ നിങ്ങൾ മുടക്കുന്നത് 3648 രൂപയാണ്. അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 2189-നെ 2 കൊണ്ട് ഗുണിക്കണം, 4378 രൂപ വരും അതിന്റെ ആക്ച്വൽ വില. ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറയാൻ പോവാണ്. ഇനി അതിന്റെ കൂടെ ഇന്റലക്റ്റും കൂടി ഒന്ന് പറയാം. ഇന്റലക്റ്റിനെ കുറിച്ച് നമുക്കറിയാം, അതിന്റെ വാല്യൂ വരുന്നത് 899 രൂപയാണ്. നിങ്ങൾക്ക് 899. അതിന്റെ MRP 1080 രൂപയാണ്. 1080. 539.4 BV ആണ്, അല്ലെങ്കിൽ 19.98 PV ആണ്. ഇതാണ് ഇന്റലക്റ്റിന്റെ അവസ്ഥ. അപ്പൊ 2 പ്രോട്ടീൻ പൗഡറും 1 ഇന്റലക്റ്റും വാങ്ങാൻ നിങ്ങൾ ചെലവാക്കുന്നത് 4547 രൂപയാണ്. ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലോ? 4547 റുപ്പീസ് ആണ് 2 പ്രോട്ടീൻ പൗഡറിനും 1 ഇന്റലക്റ്റിനും വേണ്ടി വരുന്നത്. അപ്പൊ അതിനെ 30 കൊണ്ട് ഭാഗിച്ചാൽ ഏതാണ്ട് 150 രൂപ മുടക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ 60 രൂപ എന്ന് പറഞ്ഞത് തെറ്റായി പോയി അല്ലേ? 150 രൂപ നിങ്ങൾ മുടക്കണ്ടപ്പോ. നിങ്ങൾ മുടക്കുന്ന വിലക്ക് 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത അപ്രോക്സിമേറ്റ് 150 രൂപ മുടക്കണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ 60 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാനത് വിശദീകരിക്കണം. ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ഈ സാധനം വാങ്ങുമ്പോ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് 911 രൂപയുണ്ട്. എത്ര? 911. നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് ഞാൻ ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിലുണ്ട്, ലീഡേഴ്സിന്റെ കയ്യിലുണ്ട്. ഈ 4 വീഡിയോസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഒരാളോട് ഇത് പറഞ്ഞാൽ അവരിത് വാങ്ങാൻ തയ്യാറാവുമോ സഹോദരന്മാരെ? അങ്ങനെ സഹോദരന്മാരെ ഒരു ആളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങള് മോദി കെയർ ഷോപ്പ് തന്നെ അയച്ചു കൊടുത്താൽ അവർ അതിൽ നിന്ന് MRPക്ക് സാധനം വാങ്ങിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 911 രൂപ വീഴും. മനസ്സിലായില്ലോ? നിങ്ങൾ ഇതുവരെ ആൾക്ക് അയച്ചു കൊടുത്തു, ലിങ്ക് അയച്ചു കൊടുത്തു, അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ ഈ കഥകളൊക്കെ മനസ്സിലാക്കി നമുക്ക് മാത്രമേ ഉള്ളൂ ഈ വിലക്ക് ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ മാത്രം തരുന്നതാണ്. ഓക്കെ ഫൈൻ, ഓർഡർ 1 മാസത്തേക്ക് നമ്മൾ കമ്മിറ്റ്മെന്റ് ചോദിക്കുന്നു. 1 മാസത്തേക്ക് അവര് വാങ്ങുമല്ലോ? 1 മാസം വാങ്ങിയാൽ 911 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ഇട്ട് തരും. സോ നിങ്ങൾ വാങ്ങിയതിന്റെ MRP ആയിട്ടുള്ള ഡിഫറൻസ് 911ന്റെ ലാഭം നിങ്ങൾക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നിങ്ങൾക്ക് ഈ 2 ഉൽപ്പന്നങ്ങളും വാങ്ങിയാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 16% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 436 രൂപ വരും. എഴുതി വെക്കൂ. 911 ആദ്യം എഴുതുക. രണ്ടാമത്തെ ബെനിഫിറ്റ് ബാങ്കിലേക്ക് വരുന്നത് 436 രൂപ. എല്ലാ മാസവും അപ്രോക്സിമേറ്റ്ലി 500 രൂപ നിങ്ങൾക്ക് കിട്ടാറ്. ഇത് മാത്രമല്ല നിങ്ങൾ വാങ്ങുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കണ്ടാവും. 5000 രൂപ നിങ്ങൾ തികച്ചാൽ 500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ലേ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന ഈ 4300 ചില്ലാൻ രൂപയ്ക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ തന്നെ MRP നോക്കിയാൽ 500 രൂപയുടെങ്കിലും മുഖവിലക്കുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ടാവും. ശരിയല്ലേ? ആണോ അല്ലയോ? യെസ് ഓർ നോ? ഞാൻ മാസത്തെ കണക്കാട്ടോ പറയുന്നേ. മാസം കണക്കാണ്. അപ്പൊ ഈ 500 കിട്ടി. അപ്പൊ 911, 436, 500. ക്ലിയർ ആയോ ഇല്ലയോ? യെസ് ഓർ നോ? ഇനി മേജർ ആയിട്ടുള്ള കാര്യം പറയാൻ പോവാണ്. 6 മാസം നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ 7ാം മാസം നിങ്ങൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള വില ഞാൻ പറഞ്ഞുതരാം. ആ ബെനിഫിറ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത്
4,547 രൂപ നിങ്ങൾ മുടക്കുന്നതിന്റെ 120% എന്ന് പറയുന്നത് 5,457 രൂപയുടെ ഉൽപ്പന്നം നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട്. 5,457 രൂപയുടെ ഉൽപ്പന്നം നിങ്ങൾക്ക് 7 മാസം ഫ്രീ കിട്ടും. എന്താ കാരണം? 120% കിട്ടും. നിങ്ങൾ ആവറേജ് വാങ്ങുന്ന തുകയുടെ 120% നിങ്ങൾക്ക് വാങ്ങാം ഫ്രീ ആയിട്ട്, കമ്പനിയിൽ നിന്ന് കിട്ടും. ശരിയാണോ അല്ലയോ? യെസ് ഓർ നോ? അപ്പൊ 5,457 അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 10,914 എന്ന് പറയുന്ന ഒരു ഫിഗർ കിട്ടും. അതായത് ഒരു വർഷം 10,914 രൂപയുടെ ഫ്രീ ഉൽപ്പന്നങ്ങൾ കിട്ടും, ഇന്റലക്റ്റും പ്രോട്ടീൻ പൗഡറും. ക്ലിയർ ആയോ? അതിനെ ഒന്നുപോലെ വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഡിവൈഡ് ചെയ്താൽ, അതിനെ 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 910 എന്ന് പറഞ്ഞ ഫിഗർ കിട്ടും. 910. ഇപ്പൊ ലോയൽറ്റി പ്രോഗ്രാമിന്റെ ഒരു വർഷത്തേക്ക് നിങ്ങൾ സ്ഥിരമായി വാങ്ങുന്ന ഒരാളാണെങ്കിൽ, ഒരു വർഷത്തേക്ക് വാങ്ങാൻ നിങ്ങൾ തയ്യാറെടുത്ത ഒരാളാണെങ്കിൽ, ആവറേജിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷം കൊണ്ടുള്ള ബെനിഫിറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 910, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 2,757 രൂപയുടെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് 4,547 രൂപ മുടക്കുമ്പോൾ കിട്ടുന്നത്. ക്ലിയർ ആയോ? യെസ് ഓർ നോ? എന്തൊക്കെ വന്നു ഇതിനകത്ത്? ഒന്ന്, റീറ്റെയിൽ പ്രോഫിറ്റ് 911. 2, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പേ ബാക്ക് ആയിട്ട് കിട്ടുന്ന 16%, BV-യുടെ 16% 436 രൂപ വരും. നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടുന്ന 500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നത് അതിനകത്ത് ബെനിഫിറ്റിൽ വരും. കൂടാതെ 120% നിങ്ങളുടെ ആവറേജ് വാങ്ങലിന്റെ 120% 2 തവണ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്നത് കണക്കാക്കുമ്പോൾ ഒരു മാസത്തേക്കുള്ള നിങ്ങളുടെ ബെനിഫിറ്റ് 910 രൂപ. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 2,757 രൂപ. 4,547 രൂപയിൽ 2,757 എന്ന് പറഞ്ഞാൽ 60.63% ബെനിഫിറ്റ് ആണ്. 60-നേക്കാൾ കൂടുതൽ, ഏതാണ്ട് 61% ബെനിഫിറ്റ് ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആവറേജ് നിങ്ങൾ മുടക്കുന്ന തുക എന്ന് പറയുന്നത് ഇഫക്റ്റീവ് 2,757, 4,547 കുറച്ച് കഴിയുമ്പോൾ 1,790 രൂപ മാത്രമേ ഒരു മാസം വരുന്നുള്ളൂ. എത്ര? 1,790. 1,800 ആയാലാണ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 60 രൂപയാണ്. ഞാൻ 60 രൂപയിലും താത്തി, ഏതാണ്ട് 59 രൂപ ചില്ലാനേ വരുന്നുള്ളൂ എന്നർത്ഥം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് 150 രൂപ ഡെയിലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ 60% പോയി ബാക്കി 40% എത്രയാ? 60 രൂപ. 60% എത്രയാ? 150-ന്റെ 90 രൂപ മാറി ബാക്കി 60 രൂപയിൽ താന്ന വിലക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു ഡയറക്ടർ അല്ലെങ്കിൽ 16%കാരനായാൽ, 16%കാരനാവേണ്ടത് ഇവിടെ പ്രഹേളികയൊന്നുമല്ല, വെറും സാധനങ്ങൾ വാങ്ങി തന്നെ 16% ആവും ആൾക്കാർ. ഇനി അതല്ല, നിങ്ങളൊരു 7%കാരനാണെങ്കിലും കുറച്ചോവേ, അതിൽ മാത്രമല്ലേ കുറയുള്ളൂ. ആ വീട്ടിലേക്ക് വരണേ ബാങ്കിൽ 436 വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു 3% കുറയുമ്പോൾ ചിലപ്പോൾ ഒരു 400 ആയി വരും, അല്ലെങ്കിൽ ഒരു 500 ആയി വരും. അത്രയല്ലേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 400 ആവും, അല്ലെങ്കിൽ അത് 350 ആവും, അല്ലെങ്കിൽ 300 ആവും, 200 ആവും. അത്രയല്ലേ വ്യത്യാസം വരുള്ളൂ. ആണോ അല്ലയോ? നിങ്ങൾ 7, 10, 13, 15 ആയി വിചാരിച്ച് ഇതിനകത്ത് ഒന്നും വലിയ കാര്യമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലയോ? നിങ്ങൾ 16%കാരനാണ്, നിങ്ങൾ 15%കാരനാണെങ്കിലോ ഈ 436 രൂപ അക്കൗണ്ടിലേക്ക് വരുന്നതിന് 16%ആണ് 436. 15 എന്ന് പറഞ്ഞാൽ എത്ര വരും? വളരെ കുറച്ച്, ഒരു 10-30 രൂപ കുറയും, അത്രേ കുറയുള്ളൂ. അപ്പോഴും വലിയ തരത്തിലുള്ളൊരു വ്യത്യാസം വരുന്നില്ല അവിടെ. അപ്പൊ 16%കാർക്ക് മാത്രമുള്ളതല്ല ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 60%-ഓളം, അല്ലെങ്കിൽ 55 മുതൽ 60 വരെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഇനി നിങ്ങൾ പറയൂ, ഇത്രയും നോളജും ഇത്രയും ഇതിന്റെ ടെക്നിക്കൽ സൈഡും ഇതിന്റെ ലോയൽറ്റി പ്രോഗ്രാമും നമുക്ക് കിട്ടുന്ന ഓഫറുകളും നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനും എല്ലാം കൂടി ചേർത്ത്, ലോയൽറ്റി പ്രോഗ്രാം, മാർക്കറ്റിംഗ് പ്ലാൻ, ഓഫറുകൾ, ഡിസ്കൗണ്ട് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഉൽപ്പന്നങ്ങളുടെ മേന്മയെ പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു 100 PV എല്ലാ മാസവും വാങ്ങിക്കൂടെ? നമ്മുടെ ടീം അംഗങ്ങൾക്ക് ഈ റെക്കോർഡഡ് വീഡിയോ കാണിച്ചു കൊടുത്തുകൂടെ? ട്രെയിനിങ് എന്നുള്ള നിലയിൽ, പ്രോസ്പെക്ടിങ്ങിനല്ല, വന്നു ചേർന്ന ആളുകൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ടെക്നോളജിയുടെ ഗുണം. ഈ വീഡിയോ ഉണ്ടാവും, ഇത് ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് ഞാൻ ഈ വീഡിയോ നമ്മുടെ IKN 101-ൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാനും മറന്നുപോയെങ്കിൽ ഇത് രണ്ടാമത് റിവിഷൻ വന്ന് പോയിന്റുകൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നോക്കാനും ഒക്കെ ഇത് ഗുണകരമാവും. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ?
സോ താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോകൾ ഞാൻ കാണിച്ച വീഡിയോകൾ മുഴുവൻ ലിങ്ക് ആയിട്ട് ഞാൻ ഓരോ വീഡിയോകളും നമ്മുടെ ലീഡേഴ്സിനൊക്കെ പണ്ട് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്, ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പറയുന്ന എൻസോജിനോളിന്റെ 2 വീഡിയോ, പ്രോട്ടീനിന്റെ 2 വീഡിയോ, നമ്മുടെ ആമുഖമായിട്ടുള്ള വീഡിയോ ഒക്കെ ഉപയോഗിച്ചാണ് ഞാനും ബിസിനസ് വളർത്തുന്നത്. വളരെ സീരിയസ് ആയിട്ട് വരുന്ന ആളുകൾ എല്ലാവരും അവർ വാങ്ങുന്നുമുണ്ട്, 100 PV മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് ആ ഉൽപ്പന്നങ്ങൾ അതിന്റെ വില മനസ്സിലായിട്ടുമുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. 900 പ്രൊഡക്ട്സിൽ ഫോക്കസ് ചെയ്യലല്ല വേണ്ടത്. ഈ 2 ഉൽപ്പന്നങ്ങൾ വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുകയും സമൂഹത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ഗ്യാപ്പ് അവർക്ക് കൃത്യമായിട്ടുള്ള അവബോധം കൊടുത്തുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിങ്ങളും അതിനകത്ത് കൂടുതൽ പഠിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.